So welcome to the session, everyone. So ഇന്ന് തൊട്ട് നമ്മൾ ഫോർമലി നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ് Elance Question Practice Marathon. So ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ rather than just practicing the questions, we will also be focusing on revision as well. അപ്പോൾ നമുക്ക് ഇത്രയും നാളും പഠിക്കാനുണ്ടായിരുന്ന എല്ലാ കോർ ഏരിയാസും ക്വിക്ലി റിവൈസ് ചെയ്ത് അതിന്റെ ഓരോ കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻസും അപ്രോപ്രിയറ്റ്ലി ചെയ്തായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. സോ ലിറ്ററലി ഇൻ ടോട്ടൽ നമ്മൾ നമ്മുടെ ഏതൊക്കെ ഏരിയാസ് ആണ് റിവൈസ് ചെയ്യാനായിട്ടുള്ളത് ആ ഏരിയാസ് എല്ലാം മൊത്തത്തിൽ റിവൈസ് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ആൻഡ് ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു അവർ പേപ്പർ ഡബിൾ എ, സോ ഡബിൾ എ എന്ന് പറയുന്ന പേപ്പറിന്റെ അകത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം നമുക്ക് എപ്പോഴും ഡബിൾ എക്കകത്ത് ക്വസ്റ്റ്യൻസ് വരുന്നത് കുറച്ച് കോർ ഏരിയക്കകത്ത് നിന്നാണ്. സോ മെയിൻലി ഫോക്കസിങ് ഓൺ ദി ഏരിയാസ്, നമുക്ക് ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏരിയ ആണ് ദ ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക്. ദെൻ വേറെ ഏതൊക്കെയായിരുന്നു ഇമ്പോർട്ടന്റ് ഏരിയാസ് വരിക? ഇന്റേണൽ കൺട്രോൾസും ഓഡിറ്റ് റിസ്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെയായിരുന്നു ഏരിയാസ്? ഓക്കെ, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ വേറെ ഏരിയാസ്? റിപ്പോർട്ടിംഗ് ഉണ്ട്. പിന്നെ വേറെ ഏതായിരുന്നു? കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട്. Then other than that, ethics ഉണ്ട്. So well, these are the core areas of the paper AA, which includes internal controls, audit risk, substantive procedures, reporting, corporate governance, and ethics. And in addition to these areas, well, we know that we will also be having MCQ questions specifically from the theoretical areas. അപ്പം MCQ ക്വസ്റ്റ്യൻസിനേക്കാളും കൂടുതൽ ഈ ഒരു പാർട്ട് ഓഫ് ദി സെഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ഈ പറഞ്ഞ കോർ ഏരിയാസിലായിരിക്കും. So we will be giving equal importance for all of these areas. We will be revising each of these areas together, and at the same time we will also be practicing questions from all of these areas. And out of this, initially നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ as part of the first day session നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് മോർ ഓൺ ദ ഏരിയ ഓഫ് ഇന്റേണൽ കൺട്രോൾസ്. സോ ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുന്ന കോർ ഏരിയയിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുന്ന ഏരിയ, വെൽ വി നോ ദാറ്റ് നമ്മുടെ ഒരു 30 മാർക്കിന്റെ അല്ലെങ്കിൽ ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്താണെങ്കിലും ഇന്റേണൽ കൺട്രോളിന്റെ ഈ ഏരിയ എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഗുഡ് നോളജ് ഓൺ ദ ടോപ്പിക് ഇന്റേണൽ കൺട്രോൾസ്. അപ്പൊ എല്ലാവരും ഏറ്റവും പ്രോപ്പർലി ഇന്റേണൽ കൺട്രോൾസിന്റെ ടോപ്പിക് ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. as we are going to have a quick revision of the same area. So ഇന്റേണൽ കൺട്രോൾസിന്റെ നോട്ട്സ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഒരു ഫയൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ. സോ വെൽ വി നോ ദാറ്റ് നമുക്ക് ഇൻ ടോട്ടൽ എത്ര സിസ്റ്റംസ് ആയിരുന്നു ഇന്റേണൽ കൺട്രോളിനെ കുറിച്ച് ഡബിളേക്ക് അത് പഠിക്കാനായിട്ടുണ്ടായിരുന്നു? എത്ര സിസ്റ്റംസ് ഉള്ളത്? 6 സിസ്റ്റംസ് ആയിരുന്നു. ഏതൊക്കെയായിരുന്നു നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്ന സിസ്റ്റംസ്? സെയിൽസ് സിസ്റ്റം ഉണ്ട്, പർച്ചേസ് സിസ്റ്റം ഉണ്ട്, പിന്നെ ഇൻവെന്ററി ഉണ്ട്, പിന്നെ ക്യാഷും ബാങ്കും സിസ്റ്റം ഉണ്ട്. പിന്നെ എന്തായിരുന്നു? നമുക്ക് പേറോൾ സിസ്റ്റം പഠിക്കാനായിട്ടുണ്ട്, റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും പഠിക്കാനായിട്ടുണ്ട്. സോ ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള ടോട്ടൽ സിസ്റ്റംസ് എന്ന് പറയാം. ആൻഡ് ദേ ക്യാൻ ബി ചാൻസസ് നമുക്ക് ഇതിലെ ഏത് സിസ്റ്റത്തിനെ വേണേലും ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും സിസ്റ്റംസ് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. സോ ഒന്നെങ്കിൽ നമുക്ക് ഡബിൾ എക്കകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക ഇറ്റ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ സിസ്റ്റംസ്. അതായത് സെയിൽസും പർച്ചേസും ഇൻവെന്ററിയും ഒക്കെ തന്നിട്ട് മൾട്ടിപ്പിൾ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ചിലപ്പോൾ ഓൾ ദി 6 സിസ്റ്റംസ് ഒറ്റ ക്വസ്റ്റ്യനകത്ത് വരാം, എക്വിസ്ട്രീം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഒക്കെ പോലെ. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ചിലപ്പോൾ നമുക്ക് ഫ്രീസിയ അല്ലെങ്കിൽ സ്നോഡൻ എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ പോലെ 2 or 3 സിസ്റ്റംസ് മാത്രമാവാം ചോദിക്കുന്നത്. അതായത് പേറോള്, ഇൻവെന്ററി, പർച്ചേസ്, അങ്ങനെ മാത്രം വേണമെങ്കിലും ചോദിക്കാം. ഇനി ഇതുമല്ല എന്നുണ്ടെങ്കിൽ there's another category of question whereby you will be getting only one system. Say for example, payroll എന്ന് പറയുന്ന ഒരു സിംഗിൾ സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് മാത്രം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ആ സിംഗിൾ സിസ്റ്റത്തിനകത്തുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണോ അത് മാത്രമായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പൊ ഏത് രീതി വേണേലും സിസ്റ്റംസ് ചോദിക്കാം. അതിന് ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ എപ്പോഴും ചാൻസ് ഉള്ള ഏരിയ ആണ് സെയിൽസ്, പർച്ചേസ്, പേറോള്. കാരണം ഏറ്റവും നമ്പർ ഓഫ് ടൈംസ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് ഈ 3 സിസ്റ്റത്തിൽ നിന്നാണ്, സെയിൽസ്, പർച്ചേസ്, പേറോള്. So you need to have good knowledge about all these 3 areas. And in addition to which ബാക്കിയുള്ള ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരില്ല എന്നല്ല, ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ ദ ഏരിയ ഓഫ് ക്യാഷ് ആൻഡ് ബാങ്കും.
ബാക്കി എല്ലാ ഏരിയാസിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് ഐ ബിലീവ് നമ്മൾ മോർ ദാൻ ഒരു 1 മന്തിന് മേലെ എടുത്ത് ക്ലിയർ ചെയ്ത ടോപ്പിക്കാണിത്. കാരണം വി വേ പ്രാക്ടീസിങ് ഓൾ ദി ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു ഇന്റേണൽ കൺട്രോൾ. നമ്മൾ ഈ സിസ്റ്റംസ് ഓരോന്നും മോർ ദാൻ എ വീക്ക് എടുത്തിട്ടാണ് പഠിച്ചത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ക്വിക്ലി ഈ സിസ്റ്റംസ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. സോ ആരെങ്കിലും ഈ സിസ്റ്റംസ് പ്രോപ്പർലി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷനുള്ള ക്ലാസ്സസ് നോക്കുക, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഐ വിൽ ജസ്റ്റ് ക്വിക്ലി ബ്രഷ് ത്രൂ ഈച്ച് ഓഫ് ദി സിസ്റ്റം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിച്ചിരുന്നത് സെയിൽസ് സിസ്റ്റം ആയിരുന്നു. സോ നമ്മൾ കൺട്രോൾ ആക്ടിവിറ്റീസ് ആയിരുന്നു ആദ്യമേ പഠിച്ചിരുന്നത്. കാരണം ഈ കൺട്രോൾ ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ എന്താണോ പഠിക്കുന്നത് അതൊരു പർട്ടിക്കുലർ സിനാരിയോയിൽ ഇല്ലാതെ വരുമ്പോഴാണ് അതിന് ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. ആൻഡ് എന്താണോ കൺട്രോൾ ആക്ടിവിറ്റീസ് അത് അതേപോലെ തന്നെ സിനാരിയോയിൽ തരുമ്പോഴാണ് നമ്മൾ അതിനെ സ്ട്രെങ്ത് ആയിട്ടും പിക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ സെയിൽസ് സിസ്റ്റം പ്രോപ്പർലി നടക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞു സെയിൽസ് പ്രോപ്പർലി നടക്കണം എന്നുണ്ടെങ്കിൽ സെയിൽസ് ഓർഡർ ഫോമും ഷിപ്പിംഗ് ഡിസ്പാച്ച് ഡോക്യുമെന്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സെയിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് പറഞ്ഞത്? ഒക്കർ ചെയ്തിട്ടുള്ള സെയിൽസ് മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണം എന്ന് പറഞ്ഞത്. അതിൽ നമ്മൾ പറഞ്ഞു ആരാണോ സെയിൽസിന്റെ ഓർഡേഴ്സ് എടുക്കുന്നത്, ആരാണോ അത് റെക്കോർഡ് ചെയ്യുന്നത്, ആരാണോ പേയ്മെന്റ് ചെയ്യുന്നത്, അത് മൂന്ന് ഡിഫറെന്റ് സ്റ്റാഫ് മെമ്പേഴ്സ് ആയിരിക്കണം. കാരണം 3 പേരായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും നമ്മൾ പറഞ്ഞ് ലാക്ക് ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് ഉണ്ടാവും. അപ്പൊ എന്തായിരുന്നു ഇമ്പാക്ട് വരിക? ഫ്രോഡുലന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ കമ്പനിയുടെ എല്ലാ സെയിൽസ് ഇൻവോയ്സും സീക്വൻഷ്യലി നമ്പേർഡ് ആയിരിക്കണം. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അല്ലെങ്കിൽ ഏതെങ്കിലും സെയിൽസ് ഇൻവോയ്സ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ സെയിൽസ് ഓൺ ടൈം റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ അഡീഷണലി പഠിച്ചു നമ്മുടെ സെയിൽസ് ഓർഡേഴ്സും എന്തായിരിക്കണം? സീക്വൻഷ്യലി നമ്പേർഡ് ആയിരിക്കണം. സെയിൽസ് ഓർഡർ സീക്വൻഷ്യലി നമ്പേർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും സെയിൽസ് ഓർഡർ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് സംഭവിക്കും? കസ്റ്റമേഴ്സിന് ഓൺ ടൈം നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കാണ്ട് വരും. അപ്പോൾ അൺഫുൾഫിൽഡ് ഓർഡേഴ്സ് ഉണ്ടാവും, കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആവും, നമുക്ക് ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞു ഓരോ കസ്റ്റമേഴ്സിനും മന്ത്ലി ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? സ്റ്റേറ്റ്മെന്റ് അയക്കുന്നുണ്ടാവണം. കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ക്യൂറീസ് അല്ലെങ്കിൽ കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അത് ഓരോന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. കസ്റ്റമേഴ്സിന് മന്ത്ലി ബേസിസിൽ കസ്റ്റമർ സ്റ്റേറ്റ്മെന്റ് അയച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റാണ്ട് വരും. അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ കസ്റ്റമർ ഡിസാറ്റിസ്ഫൈഡ് ആവും. ദെൻ നമ്മൾ പറഞ്ഞു ക്രെഡിറ്റ് എപ്പോഴും ഓതറൈസ് ചെയ്യുന്ന സീനിയർ ലെവലിലുള്ള സ്റ്റാഫ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ക്രെഡിറ്റ് ലിമിറ്റ് സീനിയർ ലെവലിലുള്ള സ്റ്റാഫ് ഫിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ശരിക്കുള്ള എലിജിബിലിറ്റിനെക്കാളും ഹയർ ലിമിറ്റ് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് സെറ്റ് ചെയ്യും. ഹയർ ലിമിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഉണ്ടാവും. ലോവർ ലിമിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞു കസ്റ്റമർ ഡേറ്റയിൽ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ സീനിയർ സ്റ്റാഫ് ഓതറൈസ് ചെയ്യണം. അവിടെ സ്പെസിഫിക്കലി നമ്മൾ പറഞ്ഞു ഏതെങ്കിലും കസ്റ്റമേഴ്സിനൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് അത് എപ്പോഴും സീനിയേഴ്സ് ആയിരിക്കണം ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്? ഫേവറബിൾ കസ്റ്റമേഴ്സിന് കൂടുതൽ ഡിസ്കൗണ്ട്സ് കൊടുക്കും. സോ അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. ഇനി എലിജിബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്താവും? ഡിസാറ്റിസ്ഫൈഡ് ആവും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഓർഡേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ക്രെഡിറ്റ് ലിമിറ്റ് നമ്മൾ റിവ്യൂ ചെയ്യണം. അത് റിവ്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് നമ്മൾ ചിലപ്പോൾ ശരിക്കും കൊടുത്തേക്കുന്ന ക്രെഡിറ്റ് ലിമിറ്റിനേക്കാളും മേലെയുള്ള ഓർഡേഴ്സ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഉണ്ടാവും, കമ്പനിക്ക് ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞു ഓരോ കസ്റ്റമേഴ്സിനും പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ ഒരു പ്രൈസ് ലിസ്റ്റ് ഉണ്ടാവണം, ഓതറൈസ്ഡ് ആയിട്ടുള്ള ടേംസ് ഓഫ് ട്രേഡ് ഉണ്ടാവണം. ഒരു പ്രോപ്പർ പ്രൈസ് ലിസ്റ്റ് ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ സെയിൽസ് സ്റ്റാഫ് ഒന്നെങ്കിൽ ഹയർ പ്രൈസിന് പ്രൊഡക്റ്റ് വിൽക്കും, അപ്പൊ എന്ത് പറ്റും? കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആവും. അല്ലെങ്കിലോ ലോവർ പ്രൈസിന് പ്രൊഡക്റ്റ് വിൽക്കും, അപ്പൊ എന്ത് സംഭവിക്കും? കമ്പനിക്ക് ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞു ഷിപ്പിംഗ് അല്ലെങ്കിൽ ഡിസ്പാച്ച് ഡോക്യുമെന്റേഷൻസ് ഓരോന്നും സെയിൽസ് ഇൻവോയ്സുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മൾ ഗുഡ്സ് ഷിപ്പ് ചെയ്തേക്കുന്നതിന്റെ ഡോക്യുമെന്റ്സ് സെയിൽസ് ഇൻവോയ്സുമായിട്ട് മാച്ച് ചെയ്തിട്ട് നോക്കണം നമ്മൾ ഷിപ്പ് ചെയ്ത് തന്നെയാണോ ഇൻവോയ്സ് ചെയ്തേക്കുന്നത്. നമ്മൾ ഷിപ്പ് ചെയ്ത് എല്ലാം ഇൻവോയ്സ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. ഷിപ്പ് ചെയ്തതിനേക്കാളും കൂടുതൽ ഇൻവോയ്സ് ചെയ്ത് കഴിഞ്ഞാലോ കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആവും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സെയിൽസ് ഇൻവോയ്സ് നമ്മൾ ഡെയിലി സെയിൽസ് റിപ്പോർട്ടുമായിട്ട് റീകൺസൈൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ടായിരുന്നു നടന്ന സെയിൽസിന് എല്ലാത്തിനും ഇൻവോയ്സ് റൈസ് ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യാൻ, അല്ലെങ്കിൽ ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞൊരു ഓപ്പൺ ഓർഡർ ഫയൽ മെയിൻറ്റെയിൻ ചെയ്യണം, അത് റെഗുലർലി റിവ്യൂ ചെയ്യണം. എന്തിനായിരുന്നു ഓപ്പൺ ഓർഡർ ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അൺഫുൾഫിൽഡ് ഓർഡേഴ്സ് ഏതൊക്കെയാണുള്ളത് അത് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു.
നമ്മളൊരു ഓപ്പൺ ഓർഡർ ഫയൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഏതൊക്കെ കസ്റ്റമേഴ്സിനാണ് പ്രൊഡക്റ്റ് കൊടുക്കാനുള്ളത് എന്ന് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? There can be chances of having unfulfilled orders, customers dissatisfied ആവും, ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സെയിൽസ് ഇൻവോയ്സും അതേപോലെ തന്നെ ഡിസ്പാച്ച് ഡോക്യുമെന്റും ഉണ്ടെങ്കിൽ മാത്രമേ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് ഇൻവോയ്സിന്റെയും ഡോക്യുമെന്റ്സിന്റെയും മേലെ ആ ഇൻവോയ്സിന്റെ ആ ജനറൽ ലെഡ്ജറിന്റെ നമ്പർ എഴുതിയിട്ടുണ്ടാവണം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒക്കർ ചെയ്ത സെയിൽ മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ, എല്ലാം കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യാനായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞു എല്ലാ ഷിപ്പിംഗ് ഡോക്യുമെന്റ്സും നമ്മൾ ഡെയിലി ഇൻവോയ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ ഇൻവോയ്സ് റേസ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ഓട്ടോമാറ്റിക്കലി ദേ വിൽ ബി ലോസ് ഓഫ് റവന്യൂ ഫോർ ദ കമ്പനി. അതുപോലെ തന്നെ അവിടെ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ കട്ട് ഓഫ് എറേഴ്സും ഉണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞു ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഏത് കേസിലാണെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ പർപ്പസ് എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ തരത്തിലുള്ള പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് കോഡ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. കോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ബില്ല് ചെയ്യുന്നത് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻകറക്റ്റ് പ്രൊഡക്റ്റ് ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എന്താവും? ഡിസാറ്റിസ്ഫൈഡ് ആവും. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ സെയിൽസ് സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചിരുന്നത്. നമ്മൾ ഒരുപാട് സമയമെടുത്ത് ദിവസങ്ങളെടുത്ത് പഠിച്ച കാര്യമാണ് നമ്മൾ കഴിഞ്ഞ വളരെ ഫ്യൂ മിനിറ്റ്സിൽ ഡിസ്കസ് ചെയ്ത്. ഐ ബിലീവ് ഇറ്റ്സ് ക്ലിയർ, ഓർ എൽസ് ഇഫ് യു വാണ്ട് ടു റെഫർ ടു ദ റെക്കോർഡിംഗ്, ദിസ് ക്ലാസ്സസ് വിൽ ബി അവൈലബിൾ അറ്റ് റെക്കോർഡർ ആസ് വെൽ. സോ ഇത് വീണ്ടും വിസിറ്റ് ചെയ്തിട്ട് വീണ്ടും മൾട്ടിപ്പിൾ ടൈം റിവൈസ് ചെയ്യുക. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? മക്കളെ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, ഓർക്കുന്നില്ലേ? ദെൻ പർച്ചേസ് സിസ്റ്റം. മക്കളെ നമ്മൾ പഠിച്ചിരുന്നു, എന്താണോ സെയിൽസ് സിസ്റ്റത്തിൽ പഠിക്കുന്നത് അതിന്റെ നേരെ ഉൾട്ടയാണ് എന്ത്? പർച്ചേസ് സിസ്റ്റത്തിൽ വരിക. എസ്പെഷ്യലി മേജർ ഡിഫറൻസ് ആയിട്ട് അവിടെ വരുന്ന കുറച്ച് ഡോക്യുമെന്റ്സിന്റെ നെയിം ആണ്. സോ പർച്ചേസ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ ഓതറൈസേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടാവണം ഓരോ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഇത് തന്നെ നമ്മൾ ഇവിടെയും പഠിച്ചു. പർച്ചേസ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരു സീനിയർ പേഴ്സൺ അത് ഓതറൈസ് ചെയ്യണം എന്ന്. ഓതറൈസേഷൻ ഇല്ലാണ്ട് പർച്ചേസ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? അൺവാണ്ടഡ് പ്രൊഡക്ട്സും കൂടി കമ്പനിക്ക് വേണ്ടിയിട്ട് ഇവർ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ദേ ക്യാൻ ബി ചാൻസസ് ഓഫ് ഹാവിങ് അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ഫോർ ദ കമ്പനി. അതേപോലെ തന്നെ എംപ്ലോയീസ് അവരുടെ പേഴ്സണൽ പേർപ്പസിനും പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യാൻ ചാൻസ് ഉണ്ട്, വിച്ച് വുഡ് റിസൾട്ട് ഇൻ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ്. ദെൻ നമ്മൾ പറഞ്ഞു, ആരാണോ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത്, ആരാണോ അത് റെക്കോർഡ് ചെയ്യുന്നത്, ആരാണോ അതിന് പേയ്മെന്റ് കൊടുക്കുന്നത്, അത് മൂന്നും ഡിഫറെന്റ് ആളുകളായിരിക്കണം. എന്തായിരുന്നു അത്? സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി ആണ്. എന്തിനു വേണ്ടിയിട്ടത്? ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ. ദെൻ നമ്മൾ പറഞ്ഞു, ഓരോ പർച്ചേസ് ഓർഡേഴ്സും ഉണ്ടാവണം ഗുഡ്സ് റിസീവ് ചെയ്യുന്ന സമയത്ത്. നമുക്ക് ഗുഡ്സ് കിട്ടുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പർച്ചേസ് ഓർഡേഴ്സ് ഉണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യാത്ത ഗുഡ്സും കൂടെ കിട്ടിയിട്ടുണ്ടാവും, അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടാവും. ദെൻ നമ്മൾ പറഞ്ഞു, സ്റ്റാഫ് ഗുഡ്സ് റിസീവ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് ഓർഡർ വെച്ചിട്ട് വേണം ക്രോസ് ചെക്ക് ചെയ്യാൻ. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? പർച്ചേസ് ഓർഡർ നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് അറിയാൻ പറ്റുക നമ്മൾ ഓർഡർ ചെയ്ത ഗുഡ്സ് തന്നെയാണോ റിസീവ് ചെയ്തേക്കുന്നത്. ഓർഡർ ചെയ്തേക്കുന്ന ഗുഡ്സ് എല്ലാം റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്റ്റോക്ക് ഔട്ട് ഉണ്ടാവും, കസ്റ്റമർ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും. ഓർഡർ ചെയ്തതിനേക്കാളും കൂടുതൽ ഗുഡ്സ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിലോ അൺവാണ്ടഡ് ക്യാഷ് ഔട്ട് ഫ്ലോസ് ഉണ്ടാവും. ഇനി സ്റ്റോർസ് ക്ലർക്ക് ഓരോ ഗുഡ്സും റിസീവ് ചെയ്യുമ്പോൾ സൈൻ ചെയ്യണം എന്ന് പറഞ്ഞു, ജനറൽ ആണ്. സപ്ലയർ സ്റ്റേറ്റ്മെന്റ് ഓരോന്നും നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ടാവണം. അത് എന്നിട്ട് ട്രേഡ് പേയബിൾ റെക്കോർഡുമായിട്ട് റീകൺസൈൽ ചെയ്യണം. സപ്ലയർ സ്റ്റേറ്റ്മെന്റ് പ്രകാരം നമ്മൾ എത്രയാണോ സപ്ലയർക്ക് കൊടുക്കാനുള്ളത് അത് തന്നെയാണോ പേയബിൾ ആയിട്ട് കാണിച്ചേക്കുന്നത് നോക്കുക. ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് റീകൺസൈൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കും? ഓൾറെഡി നമ്മൾ കൊടുത്ത എമൗണ്ട് വീണ്ടും കൊടുക്കാനുണ്ടെന്നാണ് എഴുതിയേക്കുന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റഡ് പേയ്മെന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഓൾറെഡി കൊടുത്ത പേയ്മെന്റ് നമ്മൾ കൊടുത്തു എന്നിരുന്നു, പക്ഷെ ശരിക്കും അത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ എന്താവും? ആ സപ്ലയർ ഡിസാറ്റിസ്ഫൈഡ് ആവും. അപ്പൊ സപ്ലയർ ഡിസാറ്റിസ്ഫൈഡ് ആവാതിരിക്കാനും ഡ്യൂപ്ലിക്കേഷൻ ഓഫ് പേയ്മെന്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സപ്ലയർ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ട്രേഡ് പേയബിൾ റെക്കോർഡുമായിട്ട് റീകൺസൈൽ ചെയ്യുന്നത്. ഇനി സെയിം ആസ് ദാറ്റ് നമ്മൾ പറഞ്ഞു, പർച്ചേസ് ഓർഡേഴ്സ് ഓരോന്നും GRനുമായിട്ട് മാച്ച് ചെയ്യണം, GRN സപ്ലയർ ഇൻവോയ്സുമായിട്ട് മാച്ച് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മൾ ഏതൊക്കെയാണോ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനാണ് പർച്ചേസ് ഓർഡേഴ്സും GRനുമായിട്ട് മാച്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഏതൊക്കെയാണ് കിട്ടിയത് അത് തന്നെയാണോ ബില്ല് ചെയ്തേക്കുന്നതെന്ന് അറിയണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പർച്ചേസ് ഓർഡറും GRനും തമ്മിൽ മാച്ച് ചെയ്യുന്നത്. അപ്പം പർച്ചേസ് ഓർഡറും GRനും തമ്മിൽ മാച്ച് ചെയ്യുന്ന വഴി ഓർഡർ ചെയ്തെല്ലാം കിട്ടിയോ എന്ന് അറിയാൻ പറ്റും. GRനും ഇൻവോയ്സും വഴി മാച്ച് ചെയ്യുന്ന വഴി നമുക്ക് കിട്ടിയത് തന്നെയാണോ ബില്ല് ചെയ്തേക്കുന്നതെന്ന് അറിയാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറഞ്ഞു, നമ്മുടെ GRനും പർച്ചേസ് ഓർഡേഴ്സും എല്ലാം പ്രീ നമ്പേർഡ് ആയിരിക്കണം.
GRN പ്രീ നമ്പേർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും GRN മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേസ് ചെയ്യാൻ പറ്റില്ല. പർച്ചേസ് ഓർഡേഴ്സും പ്രീ നമ്പേർഡ് അല്ലാന്നുണ്ടെങ്കിൽ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റാണ്ട് വരും. ഇനി പർച്ചേസ് ജേർണൽ റെക്കോർഡ് ചെയ്തേക്കുന്ന ഓരോ എമൗണ്ടും കറക്റ്റ് ആണെന്ന് കൺഫേം ചെയ്യണം എന്ന് പറഞ്ഞു. നമുക്കൊരു സപ്ലയർ ഇൻവോയ്സ് തരുമ്പം ആ ഇൻവോയ്സിന്റെ ആക്യുറസി കറക്റ്റ് ആണോ, ഇൻവോയ്സിന്റെ ഫിഗേഴ്സ് ഓരോന്നും കറക്റ്റ് ആണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, തെറ്റായ ഇൻവോയ്സിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞ് ഓരോ ഇൻവോയ്സും നമ്മൾ എന്ത് ചെയ്യണം, റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം മാത്തമാറ്റിക്കലി ആക്യുറേറ്റ് ആണോ എന്ന്. അതുപോലെ തന്നെ ജനറൽ ലെഡ്ജറിലെ സെയിം ഫിഗർ തന്നെയാണോ പർച്ചേസ് ലെഡ്ജറിലും കാണിച്ചേക്കുന്നുള്ള കാര്യം നോക്കുക. ദെൻ നമ്മൾ ഫൈനലി പറഞ്ഞു ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഇവിടെയും ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി എല്ലാ GRനും കറക്റ്റ് ആയിട്ട് അക്കൗണ്ട്സ് പേയബിൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോർവേഡ് ചെയ്യണം എന്ന് പറഞ്ഞു. GRN ഡെയിലി ബേസിസ് തന്നെ പേയബിൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോർവേഡ് ചെയ്യണം. GRN ഫോർവേഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഓൺ ടൈം സപ്ലൈയേഴ്സിന് പേയ്മെന്റ് പോവില്ല. അപ്പൊ അവിടെ ഡിലേ ഇൻ പേയ്മെന്റ്സ് ടു സപ്ലൈയേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സപ്ലൈയേഴ്സിന് കൊടുക്കുന്ന എമൗണ്ടിന്റെ അകത്ത് ഡിലേ വന്നു കഴിഞ്ഞാൽ എന്താവും, സപ്ലൈയേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആവും, അവർ ഫ്യൂച്ചറിൽ നമുക്ക് ക്രെഡിറ്റ് തരാണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഏർലി സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട്സ് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതും മിസ്സാവാനായിട്ടുള്ള ചാൻസ് കൂടുതലായിരിക്കും അവിടെ. അതുപോലെ തന്നെ നമ്മൾ പറയാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് പ്രോപ്പർലി കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഓരോ പർച്ചേസ് നടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, again there can be chances of having delay. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് ഇൻ റിലേഷൻ ടു ദ പർച്ചേസ് സിസ്റ്റം. ഓർമ്മയുണ്ടോ പ്രോപ്പർലി? മക്കളെ നമ്മൾ ഇനി GRനെ കുറിച്ച് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ദിസ് ഈസ് സംതിങ് കോൾഡ് എ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. അതായത് ഒരു കമ്പനിയിൽ ഉണ്ടാവുന്ന ഒരു കമ്പനിയുടെ ടോട്ടൽ അക്കൗണ്ട്സിന്റെ ലിസ്റ്റിനെയാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് വിളിക്കുക. സോ ഈ ഒരു ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് കറക്റ്റ് ആയിട്ട് കമ്പനി കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ അക്കൗണ്ടിങ് ഹെഡാണ് കമ്പനിയിലുള്ളതെന്ന് കമ്പനിയിലുള്ള എംപ്ലോയീസിന് പ്രോപ്പർ പിക്ചർ ഉണ്ടാവും. അപ്പൊ അവിടെ മിസ്ക്ലാസിഫിക്കേഷൻ ഉണ്ടാവില്ല. മനസ്സിലായോ? അതായത് ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഓഫീസ് എക്യുപ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഫോർ സ്റ്റോഴ്സ് എക്യുപ്മെന്റും ഉണ്ട്, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഫോർ ഓഫീസ് എക്യുപ്മെന്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും അറിയാൻ പറ്റും അവിടെ എന്തൊക്കെയാണ് അക്കൗണ്ടിങ് ഹെഡ് ഉള്ളതെന്ന്. അപ്പൊ ഇൻകറക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഹെഡിലേക്ക് പോസ്റ്റിംഗ് നടക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. മനസ്സിലായോ? ഓക്കെ. ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് കേട്ടോ ക്വിക്ലി നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ. ഇനി മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് GRനും അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ GDNനും. GRന് എത്ര കോപ്പി വേണം എന്നാണ് നമ്മൾ പഠിച്ചത്? GRNന് എത്ര കോപ്പി വേണം എന്നാണ് പഠിച്ചത്? GRന് 3 കോപ്പിയാണ് GRന് വേണ്ടത്. GRNന്റെ കോപ്പി നമ്മൾ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? കോപ്പി ഓഫ് GRN. ഓക്കെ. കോപ്പി ഓഫ് GRN ഷുഡ് ബി പ്രൊവൈഡഡ് ടു പറഞ്ഞു warehouse will be responsible for maintaining the copy. പിന്നെ ഓക്കെ, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കണം. പിന്നെ ഗുഡ്, പർച്ചേസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കണം. ഓക്കെ. പറയണേ, നമ്മൾ നോർമലി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന് GRNന്റെ കോപ്പി കൊടുത്തില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു പ്രശ്നം പറയാറില്ല, ശരിയല്ലേ? ബട്ട് ഓൺ ദ അതർ ഹാൻഡ്, ഇൻ കേസ് എങ്ങാനും നിങ്ങളോട് പറയാണ് ദ കോപ്പി ഓഫ് GRN ഈസ് നോട്ട് പ്രൊവൈഡഡ് ടു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. സോറി, ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ് ജസ്റ്റ് മാറ്റം വന്നു. GRNന്റെ കോപ്പി വെയർഹൗസിന് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു പ്രശ്നം പറയാറില്ല. പക്ഷെ GRന്റെ കോപ്പി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെയാണ് അവിടെ എന്തായിരിക്കും സംഭവിക്കുക? പേയ്മെന്റ് ഡിലേ ആവും. There will be delay in payment to the suppliers. അല്ലെങ്കിൽ suppliers might not be paid at all. അപ്പൊ എന്ത് സംഭവിക്കും? സപ്ലൈയേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആവും. അതേപോലെ തന്നെ there can be chances of having loss of early settlement discount. And supply will not be willing to provide credit in future. ഇനി ഇൻ കേസ് എങ്ങാനും GRന്റെ കോപ്പി പർച്ചേസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എന്തായിരിക്കും സംഭവിക്കുക? പ്രൊഡക്ട്സിന് ഓർഡേഴ്സ് കൊടുത്തത്, ആ ഓർഡേഴ്സ് കൊടുത്ത പ്രൊഡക്ട്സ് എല്ലാം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റില്ലാണ്ട് വരും. അപ്പൊ ഏതൊക്കെയാണ് ഓർഡേഴ്സ് കൊടുത്ത അതൊക്കെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക?
സ്റ്റോക്ക് ഔട്ട് ആവും, അൺഫുൾഫിൽഡ് ഓർഡേഴ്സ് ഉണ്ടാവും, കസ്റ്റമർ ഡിമാൻഡ് വരും. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, GR കോപ്പി ആർക്കൊക്കെ കൊടുക്കേണ്ടത്? വെയർ ഹൗസിന് കൊടുക്കണം, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ മക്കളെ ക്വസ്റ്റ്യൻ പ്രോപ്പർലി വായിച്ചു നോക്കുക. GR കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യണം. ഓക്കെ, ഇനി GDNലേക്ക് വന്നു കഴിയുമ്പോൾ GDNന്റെ കോപ്പി ആർക്കൊക്കെ കൊടുക്കേണ്ടത്? GDNന്റെ കസ്റ്റമർ. ഓക്കെ, കസ്റ്റമറിന് കൊടുക്കണം. ഫൈൻ. പിന്നെ ഇവിടെയും ആർക്ക് കൊടുക്കണം? വെയർ ഹൗസ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കണം. പിന്നെയോ സെയിൽസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, സെയിൽസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ പറ, ഇവിടെ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുത്തില്ലെങ്കിലും വെയർ ഹൗസിന് കൊടുത്തില്ലെങ്കിലും നമ്മൾ വലിയ ഇഷ്യൂ ആയിട്ട് പറയാറില്ല. പക്ഷെ സപ്പോസ് കൺസിഡർ ദാറ്റ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന് GDNന്റെ കോപ്പി കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അവർ ഓൺ ടൈം എന്ത് ചെയ്യത്തില്ല? ഇൻവോയ്സ് റേസ് ചെയ്യത്തില്ല, അല്ലെ? അവർ ഓൺ ടൈം ഇൻവോയ്സ് റേസ് ചെയ്യത്തില്ല. അവർ ഓൺ ടൈം ഇൻവോയ്സ് റേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാൻ പറ്റുന്നത് എന്താ? കറക്റ്റ് ആയിട്ട് അവർ റവന്യൂ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവില്ല. therefore there will be loss of revenue for the company. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആണോ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണോ? അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വരിക. ഓക്കെ, അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ജനറൽ ആണ് കേട്ടോ. സോ ബോത്ത് ആർ സെയിം. ഇനി നമ്മൾ പറഞ്ഞ എന്താണ്? അതേപോലെ തന്നെ കോപ്പി ഓഫ് GDN സെയിൽസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? കിട്ടിയ ഓർഡർ എല്ലാം ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടോ? നമുക്ക് കിട്ടിയ ഓർഡേഴ്സ് ഏതൊക്കെയാണോ അതെല്ലാം ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടോ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റാണ്ട് വരും. കിട്ടിയ ഓർഡേഴ്സ് എല്ലാം ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? കസ്റ്റമേഴ്സിന് ഓൺ ടൈമില് പ്രൊഡക്ട്സ് കിട്ടാണ്ട് വരും. സോ കസ്റ്റമേഴ്സ് എന്താവും? ഡിസാറ്റിസ്ഫൈഡ് ആവും. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്ക് ലോസ് ഓഫ് റവന്യൂ. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? അപ്പൊ ഓർത്ത് വെച്ചോണേ, GDN ഷുഡ് ബി 4 part and GR ഷുഡ് ബി 3 part. ഓക്കെ, ഇനി നമ്മൾ ഇൻവെന്ററി സിസ്റ്റം ആയിരുന്നു പഠിച്ചിരുന്നത്, വിച്ച് ഈസ് എ മിക്സ് ഓഫ് ആക്ച്വലി ദ സെയിൽസ് ആൻഡ് പർച്ചേസ് സിസ്റ്റം, അല്ലെ? അപ്പം നമ്മൾ പഠിച്ചു ആദ്യം തന്നെ പ്രീ നമ്പേർഡ് ആയിട്ടുള്ള GDN GR ആയിരിക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഏത് ഡോക്യുമെന്റ് പ്രീ നമ്പേർഡ് അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താ? ഏതെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റില്ല. GDN മിസ്സായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ പറയുന്ന സെയിം ഇമ്പാക്ട് വരും. GRN മിസ്സായി കഴിഞ്ഞാൽ ഇവർക്കൊന്നും പോവില്ല, സെയിം ഇമ്പാക്ട് വരും. ഇനി നമ്മൾ പറഞ്ഞു ഇൻവെന്ററി റെക്കോർഡ്സും ജനറൽ ലെഡ്ജറും തമ്മിൽ റീകൺസൈൽ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഫിസിക്കലി ഇരിക്കുന്നതും ആക്ച്വലി ഉള്ളതും എല്ലാം സെയിം ആണോ എന്ന് കൺഫേം ചെയ്തിട്ട് അത് തന്നെയാണോ ലെഡ്ജറിന്റെ അകത്ത് കാണിച്ചേക്കുന്നത് കൺഫേം ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻവെന്ററിയുടെ വാല്യൂ അണ്ടർസ്റ്റേറ്റഡ് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആവും. ഇനി നമ്മൾ പറഞ്ഞു ആരാണോ ഇൻവെന്ററിയുടെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത് അവർ തന്നെ ഇൻവെന്ററി എന്ത് ചെയ്യാൻ പാടില്ല? കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല. ഇൻവെന്ററിയുടെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നവർ തന്നെ ഇൻവെന്ററി കസ്റ്റഡി വെച്ച് എന്തായിരിക്കും സംഭവിക്കുക? ഫ്രോഡിലന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അവർ തന്നെ എന്ത് ചെയ്യും? ഇൻവെന്ററി തെഫ്റ്റ് ചെയ്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി ഉണ്ടാവില്ല. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഇൻവെന്ററീസ് ഒന്നും സ്റ്റോളൻ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ സേഫ് ഗാർഡ്സ് എടുത്തിട്ടുണ്ടാവണം, വിച്ച് ഇസ് ജനറൽ പോയിന്റ്. അക്കൗണ്ടിങ് റെക്കോർഡ്സും ഫിസിക്കലി ഉള്ള ഇൻവെന്ററി തമ്മിൽ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇൻവെന്ററിയുടെ വാല്യൂ ഓവർ സ്റ്റേറ്റഡ് ആവും അല്ലെങ്കിൽ അണ്ടർസ്റ്റേറ്റഡ് ആവും. ഇവിടെ നമ്മൾ പറഞ്ഞു തേർഡ് പാർട്ടിയുടെ അടുത്തിരിക്കുന്ന ഇൻവെന്ററി നമ്മുടെ ബുക്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ തേർഡ് പാർട്ടിയുടെ ഇൻവെന്ററി ഏതെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ക്ലൂഡ് ചെയ്യണം. ഇനി ഫിസിക്കൽ ഇൻവെന്ററി കൗണ്ട് നടത്തുന്ന സമയത്ത് ആനുവൽ ഇൻവെന്ററി കൗണ്ട് നടത്തുന്നതാണോ കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ട് നടത്തുന്നതാണോ നല്ലത്? ആനുവൽ ഇൻവെന്ററി കൗണ്ട്. കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ട് നടത്തുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഇൻവെന്ററി കൗണ്ട് നടത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഇൻവെന്ററിയിലും കൗണ്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഇൻവെന്ററിയുടെ വാല്യൂ അഡ്ജസ്റ്റഡ് ആവില്ല. ഇൻവെന്ററി അണ്ടർ സ്റ്റേറ്റഡ് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആവും. അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വൈൽ നമ്മൾ എന്ത് ചെയ്യണം? ആനുവൽ ഇൻവെന്ററി കൗണ്ട് നടത്തണം. ഇനി നിങ്ങളോട് പറയും ഇൻവെന്ററി സ്റ്റാൻഡേർഡ് കോസ്റ്റിലാണ് റെക്കോർഡ് ചെയ്തേക്കുന്നതെന്ന്, പക്ഷേ സ്റ്റാൻഡേർഡ് കോസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന റിസ്ക് എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് കോസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വാല്യൂ ഓഫ് ഇൻവെന്ററി എന്താവാം? അണ്ടർ സ്റ്റേറ്റഡ് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആവാം. അപ്പം വാല്യൂ ഓഫ് ഇൻവെന്ററി എന്ത് ചെയ്തിട്ടുണ്ടാവണം? അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവണം? അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. കോസ്റ്റ് അക്യുമുലേഷൻ അല്ലെങ്കിൽ വേരിയൻസ് റിപ്പോർട്ട്സ് ഉണ്ട്. അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്യുന്നത്? ടോട്ടൽ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് ആയി, നമ്മൾ ബഡ്ജറ്റ് ചെയ്തതിനേക്കാളും എത്ര ഡിഫറൻസ് വന്നു എന്ന് അറിയാനായിട്ടാണ്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വാല്യൂ ഓഫ് ഇൻവെന്ററി അണ്ടർ സ്റ്റേറ്റഡ് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആവും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സ്ലോ മൂവിങ് അല്ലെങ്കിൽ ഒബ്സലേറ്റ് ഇൻവെന്ററിയോ എക്സസ് ഇൻവെന്ററിയോ വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ റെഗുലർലി ചെക്ക് ചെയ്യുന്നുണ്ടാവണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും?
അവിടെയും ഇൻവെന്ററിയുടെ വാല്യൂ മിസ്റ്റേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ. ഇനി നമ്മൾ പറഞ്ഞു എല്ലാ GDN-ഉം ഡെയിലി പ്രോസസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, സെയിൽസ് അൺറെക്കോർഡഡ് ആയി പോകും. GRN ഡെയിലി നമ്മൾ പ്രോസസ് ചെയ്യണം, അല്ലെങ്കിൽ സപ്ലൈസ് നോൺ ടൈം പേയ്മെന്റ് പോവില്ല, സപ്ലൈസ് ഡിസാറ്റിസ്ഫൈഡ് ആവും. ഇനി നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡേറ്റ ഫോംസ് യൂസ് ചെയ്യുന്നുണ്ടാവണം നമ്മൾ പ്രോപ്പർലി ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്ന സമയത്ത്. അൺവാണ്ടഡ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നില്ല എന്ന് എൻഷുർ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ഫൈനൽ അപ്രൂവൽ നടത്തുന്ന ആരായിരിക്കും, ഫിനാൻസ് ഡയറക്ടർ ആയിരിക്കും. ഇനി ക്യാഷ് ആൻഡ് ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ആദ്യമേ ക്യാഷ് പേയ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ആരാണോ ക്യാഷ് റെക്കോർഡ് ചെയ്യുന്നത്, അതിന്റെ പേയ്മെന്റ് ചെയ്യുന്നത്, റീകൺസൈൽ ചെയ്യുന്നത്, അത് ഡിഫറെന്റ് ആളുകളായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു, സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി ആയിരുന്നു, ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ. ദെൻ നമ്മൾ പറഞ്ഞു സപ്ലയർ സ്റ്റേറ്റ്മെന്റ് ഇൻഡിപെൻഡന്റ്ലി റിവ്യൂ ചെയ്യണം, ട്രേഡ് പേബിൾ റെക്കോർഡുമായിട്ട് അത് റീകൺസൈൽ ചെയ്യണം, അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഡ്യൂപ്ലിക്കേറ്റഡ് പേയ്മെന്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അൺവാണ്ടഡ് ക്യാഷ് ഔട്ട് ഫ്ലോസ് ഉണ്ടാവും. മന്ത്ലി ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് റിവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, അൺഅഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ബാലൻസസ് ഉണ്ടാവും. അൺഅഡ്ജസ്റ്റഡ് ബാലൻസസ് ഉണ്ടായി കഴിഞ്ഞാൽ ബാങ്ക് ബാലൻസ് മിസ്റ്റേറ്റഡ് ആവും. ഇനി നമ്മൾ പറഞ്ഞു അപ്രൂവൽ കിട്ടിയ സ്റ്റാഫ് അല്ലെങ്കിൽ ഓതറൈസേഷൻ ഉള്ള സ്റ്റാഫ് മാത്രമേ ക്യാഷ് പേയ്മെന്റ് അല്ലെങ്കിൽ ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാഷ് പേയ്മെന്റ്സ് അല്ലെങ്കിൽ ചെക്ക് ഇഷ്യൂ നടത്തും, വിച്ച് മൈറ്റ് റിസൾട്ട് ഇൻ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെന്റ് അല്ലെങ്കിൽ ചെക്ക് പ്രിപ്പയർ ചെയ്യുന്നതും ഇൻഡിപെൻഡന്റ്ലി അപ്രൂവ് ചെയ്തതിനു ശേഷം മാത്രമേ പാടുള്ളൂ. അതും അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, എംപ്ലോയീസ് ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് ചെയ്യും. ഇനി മാനേജേഴ്സ് ഓരോ ക്യാഷ് പേയ്മെന്റും റിലീസ് ചെയ്യുന്നതിന് മുന്നേ അതിന്റെ പർപ്പസ് നോക്കണം. കമ്പനിയുടെ ആക്ച്വൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്യുന്നതെന്ന് എൻഷുർ ചെയ്യാൻ. നമ്മൾ പറഞ്ഞു ഓരോ ക്യാഷ് പേയ്മെന്റ് നടത്തുമ്പോൾ അത് പേയബിൾ അക്കൗണ്ടിൽ നിന്ന് കുറച്ചിട്ടുണ്ടാവണം. ക്യാഷ് പേയ്മെന്റ്സ് നടത്തുമ്പോൾ അത് പേയബിൾ അക്കൗണ്ടിൽ നിന്ന് കുറച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഡ്യൂപ്ലിക്കേറ്റഡ് പേയ്മെന്റ് ഉണ്ടാവും. ഒന്ന് പേ ചെയ്തവർക്ക് നമ്മൾ വീണ്ടും പേയ്മെന്റ് കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും, അൺവാണ്ടഡ് ക്യാഷ് ഔട്ട് ഫ്ലോസ് ഉണ്ടാവും. ഇനി നമ്മൾ പ്രീ നമ്പേർഡ് ആയിട്ടുള്ള ചെക്ക് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ചെക്ക് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റാണ്ട് വരും. ഇനി നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ഡെയിലി പേയ്മെന്റ് റിപ്പോർട്ട് ഇലക്ട്രോണിക് ക്യാഷ് ട്രാൻസ്ഫറും ചെക്ക് ഇഷ്യൂ ചെയ്തേക്കുന്നതായിട്ട് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കും, പേയ്മെന്റ് പോയിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് സംഭവിക്കും, ആ പേയ്മെന്റ് കിട്ടേണ്ട ആൾ ഡിസാറ്റിസ്ഫൈഡ് ആവും. ഇനി നെക്സ്റ്റ് സെയിം പോയിന്റ് നമ്മൾ പറഞ്ഞാണ് ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യണം, സപ്ലയർ സ്റ്റേറ്റ്മെന്റും പേയബിൾ അക്കൗണ്ടുമായിട്ട് റീകൺസൈൽ ചെയ്യണം, അതും ഡ്യൂപ്ലിക്കേറ്റഡ് പേയ്മെന്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ പറഞ്ഞെല്ലാം കോമൺ പോയിന്റ്സ് ആയിരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ, ആസ് യൂഷ്വൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ക്യാഷ് റെസിപ്റ്റ്സിന് നമ്മൾ സെയിം ഉൾട്ടയായിട്ടുള്ള പോയിന്റ്സ് ആയിരുന്നു പറഞ്ഞത്. ആരാണോ ക്യാഷ് റെക്കോർഡ് ചെയ്യുന്നത്, അത് റിസീവ് ചെയ്യുന്നത്, അത് റീകൺസൈൽ ചെയ്യുന്നത്, അത് സെപ്പറേറ്റ് പേഴ്സൺസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു അത്. മന്ത്ലി റീകൺസിലേഷൻ നമ്മൾ പെർഫോം ചെയ്യണം, അത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാൾ റിവ്യൂ ചെയ്യണം. അഗെയിൻ അൺറീകൺസൈൽ ബാലൻസസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാഷ് രജിസ്റ്റേഴ്സ് അല്ലെ പോയിന്റ് ഓഫ് സെയിൽസ് ഡിവൈസ്, ബാർകോഡ് സ്കാനേഴ്സ് ഒക്കെ പോലത്തെ ഡിവൈസസ് യൂസ് ചെയ്യണം നമ്മൾ പഠിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ടായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്, സെയിൽസ് കറക്റ്റ്ലി റെക്കോർഡഡ് ആവുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാൻ. ഇനി നമ്മൾ പറഞ്ഞു ക്യാഷ് സെയിൽസിൻ്റെ അകത്ത് ഫ്രോഡ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് പീരിയോഡിക് ബേസിസ് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ എൻഡോഴ്സ് ചെയ്യണം. എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് സൈൻ ചെയ്ത് വെക്കും, സോ ദാറ്റ് വേറെ ആർക്കും പേയ്മെന്റ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ 2 സ്റ്റാഫ് കൂടിയിട്ടാണ് ക്യാഷ് മെയിൽ ത്രൂ റിസീവ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടായിരുന്നു ഫ്രോഡ് അവോയ്ഡ് ചെയ്യാനായിട്ട് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി ആയിരുന്നു. മെയിൽ റെസിപ്റ്റ് കിട്ടുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അത് ചെക്ക് പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്, കറക്റ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞു ഓരോ പേയ്മെന്റും നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ് സ്ലിപ്പുമായിട്ട് അത് ക്രോസ് ചെക്ക് ചെയ്യണം. ഡെയിലി ക്യാഷ് സമ്മറിയിൽ എത്ര ഫണ്ടാണോ വന്നേക്കുന്നത് അത് ശരിക്കും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ. അതേപോലെ തന്നെ ഡെയിലി ക്യാഷ് റെസിപ്റ്റ്സിൽ എത്രയാണോ വന്നേക്കുന്നത് കസ്റ്റമർ അക്കൗണ്ടുമായിട്ട് അത് ക്രോസ് ചെക്ക് ചെയ്യുക. കസ്റ്റമർ എത്രയാണോ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടു എന്ന് പറയുന്നത് ആ എമൗണ്ട് തന്നെ കയറിയിട്ടുണ്ടോ. അതേപോലെ തന്നെ 10 കസ്റ്റമേഴ്സിൻ്റെ നിന്ന് പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ 10 കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റും നമ്മുടെ ബുക്സിൽ വന്നിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യാൻ. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കസ്റ്റമേഴ്സ് എന്താവും, ഡിസാറ്റിസ്ഫൈഡ് ആവും. ഇനി നമ്മൾ പറഞ്ഞു നമ്മൾ ഓരോ ദിവസവും എത്ര രൂപയാണ് ഇടേണ്ടത് എന്ന് കസ്റ്റമേഴ്സിനോട് റെമിറ്റൻസ് അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാവും. അത് പ്രകാരം തന്നെ നമുക്ക് എമൗണ്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എമൗണ്ട് റിസീവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോസ് ഓഫ് ക്യാഷ് ഉണ്ടാവും. അതേപോലെ തന്നെ മന്ത്ലി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുത്ത് റിവ്യൂ ചെയ്യണം, കറക്റ്റ് ആയിട്ട് എല്ലാ ട്രാൻസാക്ഷൻസും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ. ദെൻ ഓരോ റെമിറ്റൻസും വന്നേക്കുന്നത് കസ്റ്റമർ അക്കൗണ്ടുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. ഓരോ പ്രാവശ്യം കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് എമൗണ്ട് കിട്ടിയേക്കുന്നത് കസ്റ്റമർ അക്കൗണ്ടിൽ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കണം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആവും. ഇനി നമ്മൾ പറഞ്ഞു മന്ത്ലി കസ്റ്റമർ സ്റ്റേറ്റ്മെന്റ്സ് സെൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന്
ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദേ ക്യാൻ ബി ചാൻസസ് ഓഫ് ഹാവിംഗ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. ഇനി നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ക്യാഷ് റെസിപ്റ്റ്സ് ജേണൽ ലെഡ്ജർ പോസ്റ്റിംഗ് ആണ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. ജനറൽ പോയിന്റ് ആണ്. ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതും ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഇവിടെയും ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്യാൻ. ഓരോ തരത്തിലുള്ള റെസിപ്റ്റിന് വേണ്ടിയിട്ട് കോഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പഠിച്ചത്? ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഓർമ്മയുണ്ടോ മക്കളെ? Yes, sir. ഓക്കെ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി പഠിക്കണമെന്ന് ഞാൻ പഠിപ്പിച്ച ഒരു സിസ്റ്റമാണ് പേറോൾ സിസ്റ്റം അല്ലേ? അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിരുന്നു സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി. ആരൊക്കെ തമ്മിലാ മക്കളെ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി വേണം എന്ന് പറഞ്ഞ്? HR-ഉം പേറോൾ ഡിപ്പാർട്ട്മെന്റ്. HR-ഉം പേറോളും പിന്നെയോ HR-ഉം അതർ ഡിപ്പാർട്ട്മെന്റ്സും. ഡിപ്പാർട്ട്മെന്റ്സും. അപ്പോയിന്റ്മെന്റ് ഒരു കമ്പനി നടത്താനുള്ള പെർമിഷൻ ശരിക്കും ആർക്ക് മാത്രം ഉള്ളത്? HR-ന്. In case if the appointment is done by a member of the payroll department, അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഫിക്ടീഷ്യസ് എംപ്ലോയീസിന് പോസിബിലിറ്റി ഉണ്ട്. എംപ്ലോയീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പോൾ ഓർത്ത് വെക്കുക, HR-ന് പകരം അപ്പോയിന്റ്മെന്റ് ഓഫ് എംപ്ലോയീസ് നടത്തിയേക്കുന്ന പേറോൾ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എപ്പോഴും എന്ത് പറയണം? There can be chances of having fictitious employees being appointed by the by the payroll department, which would result in unwanted cash outflows for the company എന്നുള്ള കാര്യം പറയാം. ഓൺ ദ അതർ ഹാൻഡ്, ഇൻ കേസ് എങ്ങാനും സ്റ്റാഫിന്റെ അപ്പോയിന്റ്മെന്റ് നടത്തിയേക്കുന്നത് HR ഡിപ്പാർട്ട്മെന്റും അല്ല പേറോളും അല്ല, ഇവരല്ലാതെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ഫാക്ടറി പ്രൊഡക്ഷൻ സൂപ്പർവൈസേഴ്സ് ആണ് അപ്പോയിന്റ്മെന്റ് നടത്തിയേക്കുന്നതെന്ന് പറയാണ്. അപ്പൊ HR അല്ലാതെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആണ് അതർ ദാൻ പേറോൾ. അപ്പൊ നമുക്ക് ഫിക്ടീഷ്യസ് എംപ്ലോയീസിന്റെ കേസ് ആണോ പറയേണ്ടത്? ഇൻകോമ്പീറ്റന്റ് എംപ്ലോയീസ്. എക്സാക്ട്ലി. ഞാൻ പകരം രണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഇൻകോമ്പീറ്റന്റ് ആയിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സിനെ ആയിരിക്കും അവർ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പൊ എന്ത് സംഭവിക്കും? പ്രൊഡക്ടിവിറ്റി കുറയും. അതേപോലെ തന്നെ നമ്മുടെ പേറോൾ എക്സ്പെൻസസ് കൂടും. അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടാവും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്തായിരുന്നു പറയാൻ പറ്റുന്നത്? പുതുതായിട്ട് അപ്പോയിന്റ്മെന്റ് നടത്തുന്ന എംപ്ലോയീസിന്റെ അപ്പോയിന്റ്മെന്റ് പ്രോസസ് എങ്ങനെയാണെന്നുള്ളത് ഈ ഫാക്ടറി പ്രൊഡക്ഷൻ സൂപ്പർവൈസേഴ്സിന് അറിയുന്നുണ്ടാവില്ല. സോ അപ്പോയിന്റ്മെന്റ് പ്രോസസ് കറക്റ്റ്ലി ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ന്യൂലി അപ്പോയിന്റഡ് എംപ്ലോയീസിന് ഓൺ ടൈം പേയ്മെന്റ് കിട്ടാണ്ട് വരും. എംപ്ലോയീസ് എന്താവും? അല്ലല്ല, ന്യൂ അപ്പോയിന്റ്മെന്റിന്റെ കേസ് അല്ലേ പറയുന്നത്? പുതിയതായിട്ട് അപ്പോയിന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഓൺ ടൈം പേയ്മെന്റ് കിട്ടാണ്ട് വരും. അപ്പൊ അവരെന്താവും? ഡിസാറ്റിസ്ഫൈഡ് ആവും. ക്ലിയർ ആയോ? അപ്പൊ ഇത് പറയാട്ടോ. അപ്പൊ പ്രോപ്പർലി നോക്കണം. HR-ഉം പേറോളും HR-ഉം അതർ ഡിപ്പാർട്ട്മെന്റ്സും തമ്മിൽ സെഗ്രിഗേഷൻ. HR-ഉം പേറോളും തമ്മിൽ സെഗ്രിഗേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഫിക്ടീഷ്യസ് എംപ്ലോയീസ്. HR-ഉം വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് കഥയാണ് പറയുന്നതെങ്കിൽ ഒന്നെങ്കിൽ ഇൻകോമ്പിറ്റന്റ് സ്റ്റാഫ് മെമ്പേഴ്സിന്റെ കാര്യം പറയാം, അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് പ്രോസസ്സിനെ കുറിച്ച് പറയാം. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു എല്ലാ എംപ്ലോയീസിനും വേണ്ടിയിട്ട് പേഴ്സണൽ ഫയൽസ് നമ്മൾ കീപ്പ് ചെയ്യണം. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അതിന്റെ പോസിബിലിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുന്ന സമയത്തും അവരുടെ ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്തും അവരുടെ ടൈം വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തും വേജ് റേറ്റ്, ഓവർ ടൈം, ബെനിഫിറ്റ്, ഇത് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ഓതറൈസേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടാവണം. അത് ഓരോ സിറ്റുവേഷനിലും സ്പെസിഫിക് ആണെന്നാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. ഹയറിംഗിന്റെ സമയത്ത് ഓതറൈസേഷൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്യാം. ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ഓതറൈസേഷൻ ഇല്ലെങ്കിലോ സ്റ്റാഫ് പോയത് നമ്മൾ അറിയില്ല. അവർ പോയതിനു ശേഷം നമ്മൾ അവർക്ക് പേയ്മെന്റ് കൊടുക്കും. ഓവർ ടൈം, ടൈം വർക്ക് ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലോ അവർ വർക്ക് ചെയ്യാത്ത അവേഴ്സും കൂടി അവർ ചാർജ് ചെയ്യും. അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടാവും. അപ്പൊ സിനാരിയോക്ക് അനുസരിച്ച് പറയാം കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു എംപ്ലോയിയുടെ സ്റ്റേറ്റസിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ അത് HR-നെ ഇൻഫോം ചെയ്യണം. അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു പുതിയ എംപ്ലോയി വന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് പേ ഹൈക്ക് കൊടുത്തു, HR-ന്റെ അടുത്ത് കറക്റ്റ്ലി ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഇൻഫോം ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? ന്യൂലി അപ്പോയിന്റഡ് എംപ്ലോയീസിന് ഓൺ ടൈം പേയ്മെന്റ് കിട്ടില്ല, അവർ ഡിസാറ്റിസ്ഫൈഡ് ആവും. ഇനി അവർ റിസൈൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നെങ്കിലോ അവർ പോയത് HR അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വീണ്ടും പേയ്മെന്റ് കൊടുക്കും. അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടാവും. ഓർമ്മയുണ്ടല്ലോ? ഇനി നമ്മൾ പറഞ്ഞു എംപ്ലോയീസ് എത്ര ടൈം വർക്ക് ചെയ്തു എന്നുള്ള കൺഫേം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ടൈം ക്ലോക്ക് യൂസ് ചെയ്യണം. ടൈം ക്ലോക്ക് യൂസ് ചെയ്യുന്ന വഴി നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും? ഫിക്ടീഷ്യസ് എംപ്ലോയീസിന്റെ ചാൻസ് കുറയും. അതുപോലെ എത്ര അവേഴ്സ് ആണോ ഒരു എംപ്ലോയി വർക്ക് ചെയ്ത അവേഴ്സിലേക്ക് മാത്രമേ എന്താവുള്ളൂ? പേ ചെയ്യുള്ളൂ. ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും. കംപ്ലീറ്റ് റെക്കോർഡ് ആവും. അതുപോലെ നമ്മൾ പറഞ്ഞു സൂപ്പർവൈസർ അത് അപ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാ എംപ്ലോയീസ് എക്സസ് ടൈം ക്ലെയിം ചെയ്യുന്നില്ല എന്ന് എൻഷുർ ചെയ്യാൻ. ഇനി നമ്മൾ പറഞ്ഞു ക്ലോക്ക് കാർഡ് എല്ലാം പ്രീ നമ്പേർഡ് ആയിരിക്കണം. സപ്പോസ് ഇൻ കേസ് എങ്ങാനും നമ്മുടെ ക്ലോക്ക് കാർഡ് പ്രീ നമ്പേർഡ് അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഏതെങ്കിലും ക്ലോക്ക് കാർഡ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റില്ല. എംപ്ലോയീസ് ഓൺ ടൈം പേയ്മെന്റ് കിട്ടാണ്ട് വരും. എംപ്ലോയീസ് എന്താവും? ഡിസാറ്റിസ്ഫൈഡ് ആവും.
ഇനി നമ്മൾ പറഞ്ഞു ഓരോ എംപ്ലോയീസിനും നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയി നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ടാവണം. ഓരോ എംപ്ലോയീസിനും വേണ്ടിയിട്ട് എംപ്ലോയി നമ്പർ അസൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക, ഫിക്ടീഷ്യസ് ഉണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞു പേറോൾ ബഡ്ജറ്റ്സ് നമ്മൾ പ്ലേസ് ചെയ്യണം, മാനേജ്മെന്റുമായിട്ട് അത് മാനേജ്മെന്റ് റെഗുലർലി എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം. പേറോൾ ബഡ്ജറ്റ്സ് നമ്മൾ പ്ലേസ് ചെയ്ത് മാനേജ്മെന്റ് അത് റിവ്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, എക്സസ് പേയ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ ട്രേസ് ചെയ്യും. എക്സസ് പേയ്മെന്റ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്രേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അൺവാണ്ടഡ് ക്യാഷ് ഔട്ട് ഫ്ലോസ് നമുക്ക് ഉണ്ടാവില്ല അല്ലേ. ഇനി നമ്മൾ പറഞ്ഞ അതുപോലെ തന്നെ റെഗുലർലി പേറോൾ റെക്കോർഡ്സും എംപ്ലോയി കോസ്റ്റും തമ്മിൽ നമ്മൾ റീകൺസൈൽ ചെയ്യണം. പേറോൾ ഡിപ്പാർട്ട്മെന്റ് എത്രയാണോ എക്സ്പെൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അത് തന്നെയാണോ ലെഡ്ജറിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അറിയാൻ, അല്ലെങ്കിൽ അണ്ടർ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞു ചെക്ക് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴി എംപ്ലോയീസിന് എത്രയാണ് പേയ്മെന്റ് പോയേക്കുന്നത് നോക്കുക, അത് തന്നെയാണോ പോകാനുള്ളതെന്ന് അറിയാൻ എന്ത് ചെയ്യണം, പേറോൾ റെക്കോർഡ് നോക്കണം. കറക്റ്റ് എമൗണ്ട് അല്ല ചെക്ക് വഴി അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴി പേ ചെയ്തേക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഒന്നെങ്കിൽ അൺവാണ്ടഡ് ക്യാഷ് ഔട്ട് ഫ്ലോസ് നമുക്ക് ഉണ്ടാവും, അല്ലെങ്കിലോ എംപ്ലോയീസിന് അവര് ഡിസാറ്റിസ്ഫൈഡ് ആവും. ഇനി നമ്മൾ പറഞ്ഞു ഓരോ എംപ്ലോയീസിനും കൊടുക്കുന്ന ചെക്കും ബാങ്ക് ട്രാൻസ്ഫർ ലിസ്റ്റും എല്ലാം എന്ത് ചെയ്യണം, പ്രോപ്പർലി ഓതറൈസ് ചെയ്തിട്ടുണ്ടാവണം, അപ്രൂവ് ചെയ്തിട്ടുണ്ടാവണം, കറക്റ്റ് പേയ്മെന്റ് ആണ് പോകുന്നതെന്ന് എൻഷുർ ചെയ്യാൻ. ഓരോ പേറോൾ ബെനിഫിറ്റും ഡിഡക്ഷൻസും നമ്മൾ സാമ്പിൾ എടുത്ത് റീപെർഫോം ചെയ്ത് നോക്കണം. എന്തിനു വേണ്ടിയിട്ടാ, ആക്യുറേറ്റ് ആണെന്ന് എൻഷുർ ചെയ്യാൻ. ഇനി നമ്മൾ പറഞ്ഞു ഗ്രോസ് ഏർണിങ്സ് അതിൻ്റെ അകത്ത് നിന്ന് എത്രയാണോ ടാക്സ് ഡിഡക്ട് ചെയ്തേക്കുന്നത് അത് തന്നെയാണോ ടാക്സ് റിട്ടേൺ ആയിട്ട് ഫയൽ ചെയ്തേക്കുന്നത് നോക്കണം. എത്രയാണോ ഒരു എംപ്ലോയിയുടെ ടാക്സ് കുറച്ച് അത് ടാക്സ് റിട്ടേൺ ആയിട്ട് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ടാക്സേഷൻ അതോറിറ്റി ഫൈൻ ഇമ്പോസ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ടാവാം, അൺവാണ്ടഡ് ക്യാഷ് ഔട്ട് ഫ്ലോസ് എംപ്ലോയി ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാം. ഇനി പേറോൾ മാസ്റ്റർ ഫയലിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് വന്നേക്കുന്നത് നോക്കാം. നമ്മൾ എഡിറ്റ് റിപ്പോർട്ട് നോക്കണം, അല്ലെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ റിപ്പോർട്ട് നോക്കണം. മാസ്റ്റർ ഫയലിനകത്ത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്രോഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞു മാസ്റ്റർ ഫയലും ജനറൽ ലെഡ്ജറും റീകൺസൈൽ ചെയ്യണം, രണ്ട് സെയിം ബാലൻസ് ആണെന്ന് കൺഫേം ചെയ്യാൻ. അതേപോലെ തന്നെ ഒരു പുതിയതായിട്ട് ഒരു ജോയിനർ വരുമ്പം ഓൾറെഡി ഉള്ളവർ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ സാലറിക്കകത്തോ ഡിഡക്ഷൻ്റെ അകത്തോ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം, പ്രോംപ്റ്റ് ആയിട്ട് പേറോൾ ഡിപ്പാർട്ട്മെന്റിനെ ഇൻഫോം ചെയ്യണം. അത് ഇൻഫോം ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ലീവേഴ്സിന്റെ കാര്യം ഇൻഫോം ചെയ്തിട്ടില്ലെങ്കിൽ എംപ്ലോയീസ് പോയതിനു ശേഷം നമ്മൾ പേയ്മെന്റ് ഇടും, അൺവാണ്ടഡ് ക്യാഷ് ഔട്ട് ഫ്ലോസ് ഉണ്ടാവും. സാലറിയിൽ മാറ്റം വന്നതോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു എംപ്ലോയിയെ ജോയിൻ ചെയ്ത് പേറോളിനെ ഇൻഫോം ചെയ്തിട്ടില്ലെങ്കിൽ അപ്ഡേറ്റഡ് പേയ്മെന്റ് കൊടുക്കില്ല, എംപ്ലോയീസ് ഡിസാറ്റിസ്ഫൈഡ് ആവും. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ ആസ് യൂഷ്വൽ. ഇനി നമ്മൾ പറഞ്ഞു ഓരോ എമൗണ്ടും ചാർജ് ചെയ്തേക്കുന്ന കറക്റ്റ് ആയിട്ടാണോ നമ്മൾ നോക്കണം, പേറോൾ ബഡ്ജറ്റ്സ് കീപ്പ് ചെയ്യണം. കുറച്ച് മുന്നേ പറഞ്ഞ പോയിന്റ് തന്നെ ഓർമ്മയുണ്ടല്ലോ മക്കളെ. ഇനി ഫൈനൽ സിസ്റ്റം ദാറ്റ്സ് എ സിക്സ് സിസ്റ്റം ദാറ്റ്സ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അവിടെ നമ്മൾ പറഞ്ഞു ഓരോ ക്യാപിറ്റൽ ഐറ്റംസിനും വേണ്ടിയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് മാനേജ്മെന്റിന്റെ അടുത്ത് തന്നെ പോയിട്ട് അപ്രൂവൽ എടുക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, അൺവാണ്ടഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് കമ്പനിക്ക് ഇൻകർ ആവും. There can be chances of having unwanted cash outflow for the company. ഇനി നമ്മൾ പറഞ്ഞു ഓരോ പർട്ടിക്കുലർ എക്സ്പെൻഡിച്ചറിനും വേണ്ടിയിട്ട് നമ്മൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ പ്രോപ്പർ റിക്വസ്റ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്യണം. എന്താണ് ശരിക്കുള്ള പർപ്പസ് ഫോർ ദ പർച്ചേസ് എന്നുള്ളത് കൺഫേം ചെയ്യാൻ. ഇൻവോയ്സ് ആര് അപ്രൂവ് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്, ആരാണോ ഓർഡർ അപ്രൂവ് ചെയ്യുന്നത് അവർ തന്നെ ഇൻവോയ്സ് അപ്രൂവ് ചെയ്യണം. കാരണം നമ്മൾ ഓർഡർ കൊടുത്തോളാൻ ഓതറൈസേഷൻ കൊടുത്തു തന്നെയാണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തേക്കുന്നത് കൺഫേം ചെയ്യാൻ. ഇൻവോയ്സസിന് ഓരോന്നിനും പ്രോപ്പർ ജനറൽ ലെഡ്ജർ കോഡ് വെച്ച് മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. എല്ലാ ഇൻവോയ്സും കംപ്ലീറ്റ്ലി റെക്കോർഡ് ആയിട്ടെന്ന് എൻഷുർ ചെയ്യാൻ. ഓരോ ക്യാപിറ്റൽ ഐറ്റവും നോൺ കറന്റ് അസറ്റ് രജിസ്റ്ററിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ തന്നെ നോൺ കറന്റ് അസറ്റ് രജിസ്റ്റർ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫിസിക്കലി ഇരിക്കുന്ന ഇൻവെന്ററി ആയിട്ട് റീകൺസൈൽ ചെയ്യണം, ഡിഫറൻസ് ഉണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, അസറ്റ്സ് ഒക്കെ മിസ്പ്ലേസ്ഡ് ആവാൻ അല്ലെങ്കിൽ മിസ്യൂസ്ഡ് ആവാൻ അല്ലെങ്കിൽ തെഫ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുക. ഇനി നമ്മൾ പറഞ്ഞു നോൺ കറന്റ് അസറ്റ്സ് ഫിസിക്കലി നമ്മൾ പോയിട്ട് ഇൻസ്പെക്ട് ചെയ്യണം, എന്നിട്ട് അത് രജിസ്റ്ററുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം, പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, അഗെയിൻ ദ സെയിം തിങ്, മിസ്യൂസ് അല്ലെങ്കിൽ അസറ്റ്സിന്റെ വാല്യൂ റെഡ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. ദെൻ അസറ്റ്സ് ഒന്നും മിസ്യൂസ് ആവുന്നില്ല അല്ലെങ്കിൽ തെഫ്റ്റ് ആവുന്നില്ല എന്ന് എൻഷുർ ചെയ്യാൻ പ്രിക്വേഷൻ എടുക്കണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു പ്രോപ്പർ സേഫ് ഗാർഡ് എടുക്കുന്നുണ്ടാവണം, അസറ്റ്സ് ഒന്നും സ്റ്റോളൻ ആവുന്നില്ല അല്ലെങ്കിൽ ഡാമേജ്ഡ് ആവുന്നില്ല എന്ന് എൻഷുർ ചെയ്യാൻ. അതേപോലെ തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അപ്രൂവലുള്ള ആളുകൾക്ക് മാത്രമേ നമ്മൾ അസറ്റ്സിലേക്ക് ആക്സസ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ പ്രോപ്പർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവണം. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു മക്കളെ, എന്തെങ്കിലും ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോർട്ടബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്നത്, അതൊക്കെ നമ്മൾ പറഞ്ഞു ഓഫീസിൽ തന്നെ ടാഗ് ചെയ്ത് വെക്കണം, അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടാവുകയാണ് അസറ്റിനകത്ത്, ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ഓഫീസ് കൊണ്ടുപോകുകയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ബിക്കോസ് തെഫ്റ്റ് അല്ലെങ്കിൽ മിസ്യൂസ് ഓഫ് അസറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു ആസ് പാർട്ട് ഓഫ് സിസ്റ്റംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എല്ലാവർക്കും പ്രോപ്പർലി?
ഓർമ്മയുണ്ടോ? ഓക്കെ. Yes, sir. അപ്പം ഈ സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് നമ്മളോട് എന്തൊക്കെയായിരുന്നു നമ്മുടെ എക്സാമിന് ചോദിക്കുക? നമ്മളോട് ഡെഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് പറയും, ശരിയല്ലേ? അതേപോലെ തന്നെ രണ്ടാമത് എന്ത് എഴുതാൻ പറയും? റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് ഈ സിസ്റ്റംസ് ആയിട്ട് ബേസ് ചെയ്ത് എഴുതാൻ പറ്റുന്നത് എന്നുള്ള കാര്യം ചോദിക്കും. മൂന്നാമതായിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്തായിരുന്നു? ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം ചോദിക്കും. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങളായിരുന്നു എക്സാമിന് നമ്മളോട് ബേസിക് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. ദേ വിൽ ആസ്ക് us for ഡെഫിഷ്യൻസി, റെക്കമെൻഡേഷൻസ് ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ. ആൻഡ് നമ്മൾ പ്രോപ്പർലി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡെഫിഷ്യൻസി എഴുതാൻ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് എക്സാമിനോട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആ ഡെഫിഷ്യൻസി എഴുതുമ്പം എന്തൊക്കെ കാര്യങ്ങളായിരുന്നു എഴുതേണ്ടത്? നമ്പർ 1 എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ദ ഡെഫിഷ്യൻസി. ദെൻ നമ്പർ 2 നമ്മൾ എന്താ ചെയ്യേണ്ടത്? Explain. ഓക്കെ, എങ്ങനെയാണ് ഒരു ഡെഫിഷ്യൻസി ആവുന്നത് എന്നുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. മൂന്നാമതായിട്ട് എന്തായിരുന്നു ചെയ്യേണ്ടത്? ഇമ്പാക്ട് ഓൺ എഫ് എസ്. ഇമ്പാക്ട് ഓൺ എഫ് എസ് ആണോ? അല്ല, ഇമ്പാക്ട് നമ്മുടെ കമ്പനിയുടെ എൻറ്റിറ്റിയുടെ മേലെ എന്താണ് ഇമ്പാക്ട് വരുന്നത് എന്നുള്ള കാര്യം പറയണം. അപ്പൊ നമ്മൾ സിനാരിയോയ്ക്കകത്ത് നോക്കുക, നമ്മൾ ഇപ്പൊ പഠിച്ചത് എന്താണോ അതാണ് ശരിക്കും വേണ്ട കൺട്രോൾ ആക്ടിവിറ്റി. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സിനാരിയോയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് ഡെഫിഷ്യൻസി. അപ്പൊ ആ സിനാരിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന സെയിം സെന്റൻസിനെ കോപ്പി പേസ്റ്റ് ചെയ്താലും മതി, ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം അത് എന്തുകൊണ്ടാണ് ഡെഫിഷ്യൻസി ആയതെന്ന്. മൂന്നാമതായിട്ട് നമ്മൾ പറയണം അത് കാരണം എന്ത് ഇമ്പാക്റ്റ് ആണ് വരാൻ പോകുന്നതെന്ന്. അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മളോട് ക്വസ്റ്റ്യൻ പറയാണ് സെയിൽസ് ഓർഡേഴ്സ് സീക്വൻഷ്യലി നമ്പേർഡ് അല്ല. അപ്പൊ നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? ഐഡന്റിഫൈ ചെയ്യുക, സെയിൽസ് ഓർഡേഴ്സ് ആർ നോട്ട് സീക്വൻഷ്യലി നമ്പേർഡ്. എക്സ്പ്ലെയിൻ ചെയ്യുക, therefore if any of the sales orders have gone missing, company will not be able to trace that. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തു അത് കാരണം എന്താ ഇമ്പാക്ട് വരുന്നത്? which would result in customers orders not being dispatched on time, customers will be dissatisfied and there will be loss of revenue for the company. Customers dissatisfied ആവും, കമ്പനിക്ക് ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി. അപ്പൊ നമ്മൾ പറഞ്ഞു സെയിൽസ് ഓർഡേഴ്സ് ആർ നോട്ട് സീക്വൻഷ്യലി നമ്പേർഡ്. കമ്പനിയുടെ പേര് യൂസ് ചെയ്യുക, ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യുക. അലൻ കമ്പനി എന്നാണ് കമ്പനിയുടെ പേര്. അപ്പൊ നമ്മൾ പറയാണ് അലൻ കമ്പനീസ് സെയിൽസ് ഓർഡേഴ്സ് ആർ നോട്ട് സീക്വൻഷ്യലി നമ്പേർഡ്. therefore if any of the sales orders have gone missing, company will not be able to trace that, which would result in customers being dissatisfied and there will be loss of revenue for the company. നമ്മൾ ആ ഡെഫിഷ്യൻസി എന്താണെന്നുള്ളത് പറഞ്ഞു. ഇനി റെക്കമെൻഡേഷൻ ആയിട്ട് നമ്മൾ എന്തായിരിക്കും കൊടുക്കേണ്ടത്? വാട്ട് നീഡ്സ് ടു ബി ആക്ച്വലി ഡൺ എന്ന് വേണം നമുക്ക് പറയാം, അല്ലെ? ശരിക്കും എന്താണോ ചെയ്യേണ്ടത്, ആ ശരിക്കും ചെയ്യേണ്ടത് എന്താണോ അതാണ് നമ്മുടെ റെക്കമെൻഡേഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്താണോ ഇല്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എന്താണോ പ്രശ്നം എന്ന് പറഞ്ഞ് അത് വേണം അല്ലെങ്കിൽ അത് ഓവർകം ചെയ്യണം എന്ന് പറയുന്നതാണ് നമ്മുടെ റെക്കമെൻഡേഷൻ. നമ്മളിപ്പോ പറഞ്ഞത് എന്തായിരുന്നു? സെയിൽസ് ഓർഡേഴ്സ് സീക്വൻഷ്യലി നമ്പേർഡ് അല്ല എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മുടെ റെക്കമെൻഡേഷൻ എന്തായിരിക്കണം? all the sales orders of the company should be sequentially numbered and a sequence check should be performed to ensure sequence breakages. അപ്പൊ നമ്മൾ അതായിരിക്കും പറയാ എല്ലാ സെയിൽസ് ഓർഡേഴ്സും സീക്വൻഷ്യലി നമ്പേർഡ് ആയിരിക്കണം, സീക്വൻസ് ചെക്ക് നടത്തുന്നുണ്ടാവണം, സീക്വൻസ് ബ്രേക്കേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ. അപ്പൊ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്, വാട്ട് നീഡ്സ് ടു ബി ആക്ച്വലി ഡൺ എന്ന് പറയുന്നതാണ് റെക്കമെൻഡേഷൻ. ഇനി ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്തായിരിക്കും പറയേണ്ടി വരിക? നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് എന്താണോ നമുക്ക് വേണ്ട പ്രൊസീജിയർ, ആ പ്രൊസീജിയർ എന്താണെന്നുള്ളതാണ് ആദ്യം എഴുതേണ്ടത്. പ്ലസ് നമുക്ക് വേണ്ട ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ ഈ ഒരു കേസിൽ, ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ ആ ഇൻഫർമേഷൻ എന്താണെന്നുള്ള കാര്യം രണ്ടാമതായിട്ട് പറയാം. പ്ലസ് നമുക്ക് എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ആ പേർപ്പസ് എന്താണെന്നുള്ള കാര്യം പറയാം. അപ്പൊ ഈ 3 കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായി? ടെസ്റ്റ് ഓഫ് കൺട്രോൾ ആയി. ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോളിന്റെ കേസിലെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നു പ്രൊസീജിയേഴ്സ്, അല്ലെ? ഞാനൊരു ലിസ്റ്റ് തന്നായിരുന്നു. ഇഫ് യു വാണ്ട് യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദി സെയിം. സോ ഇതായിരുന്നു നമ്മുടെ പ്രൊസീജിയേഴ്സ് ആയിട്ട് നമ്മൾ പഠിച്ചത്. എഗ്രി, അനലൈസ്, അസർടൈൻ, അസസ്, കമ്പയർ, കൺസിഡർ, എൻക്വയർ, എൻഷുർ, എക്സാമിൻ, ഇൻസ്പെക്ട്, മോണിറ്റർ, ഒബ്ടെയിൻ, റീകാൽക്കുലേറ്റ്, റീപെർഫോം, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഒരു വലിയ ലിസ്റ്റ് പഠിച്ചിരുന്നു. ഇതിൽ ഏതാണോ നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള പ്രൊസീജിയർ, ആ പ്രൊസീജിയർ ഏതാണെന്നുള്ളത് പറയാം. നമുക്ക് വേണ്ട ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഏതാണെന്നുള്ള കാര്യം പറയാം. ഫൈനലി നമ്മുടെ പർപ്പസ് എന്താണോ ആ പർപ്പസ് എന്താണെന്നുള്ളതും പറയാം. വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. എന്ത് ഡോക്യുമെന്റിനെ കുറിച്ചാണോ അല്ലെ എന്ത് ഇൻഫർമേഷനെ കുറിച്ചാണോ നിങ്ങൾ റെക്കമെൻഡേഷൻ്റെ അകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും നമ്മുടെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെസ്റ്റ് ഓഫ് കൺട്രോളിൻ്റെ അകത്തും കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ ഈ ഒരു കേസിൽ സെയിൽസ് ഓർഡറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
അപ്പൊ നമ്മുടെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? സെയിൽസ് ഓർഡർ തന്നെ ആയിരിക്കും. പർപ്പസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയേണ്ടത് എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നതെന്ന്. ഈ പ്രൊസീജിയറും ഡോക്യുമെന്റ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുന്ന എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാ? നമ്മുടെ കൺട്രോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എന്താണ് നമ്മൾ റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുത്ത് അത് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യാന്നുള്ളതായിരിക്കും നമ്മുടെ പേർപ്പസ്. അപ്പൊ നമുക്ക് ഇവിടെ അറിയേണ്ടത് എന്താ? സെയിൽസ് ഓർഡേഴ്സ് എല്ലാം സീക്വൻഷ്യലി നമ്പേർഡ് ആണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമ്മൾ ഡെഫിഷ്യൻസി പറഞ്ഞു സെയിൽസ് ഓർഡേഴ്സ് ഒന്നും സീക്വൻഷ്യലി നമ്പേർഡ് അല്ല. റെക്കമെൻഡേഷൻ നമ്മൾ പറഞ്ഞു സെയിൽസ് ഓർഡേഴ്സ് എല്ലാം സീക്വൻഷ്യലി നമ്പർ ചെയ്യണം. ഇപ്പൊ നമുക്കറിയണം നമ്മൾ പറഞ്ഞ പ്രകാരം ഒരു സെയിൽസ് ഓർഡേഴ്സ് സീക്വൻഷ്യലി നമ്പർ ചെയ്തിട്ടുണ്ടോ. കോമൺ ആയിട്ട് കോമൺ സെൻസ് യൂസ് ചെയ്ത് ആലോചിച്ച് നോക്കുക. ഇവിടെ നമുക്ക് അത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? അവര് സെയിൽസ് ഓർഡേഴ്സ് എല്ലാം സീക്വൻഷ്യലി നമ്പർ ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെയായിരിക്കും? റിവ്യൂ ചെയ്യാൻ പറ്റൂല. നമുക്ക് കുറച്ച് സെയിൽസ് ഓർഡേഴ്സ് എടുത്ത് നോക്കിയാൽ പോരെ അത് സീക്വൻഷ്യലി നമ്പേർഡ് ആണോ എന്ന്. അപ്പൊ നമ്മുടെ പ്രൊസീജിയർ എന്തായിരിക്കും? റിവ്യൂ. നമ്മുടെ ഡോക്യുമെന്റ് എന്തായിരിക്കും? സാമ്പിൾ ഓഫ് സെയിൽസ് ഓർഡേഴ്സ്. എന്തായിരിക്കും നമ്മുടെ പേർപ്പസ്? ഇൻ ഓർഡർ ടു എൻഷുർ വെദർ ദേ ആർ സീക്വൻഷ്യലി നമ്പേർഡ്. അതാണ് നമ്മുടെ ടെസ്റ്റ് ഓഫ് കൺട്രോൾ. അപ്പൊ നമ്മൾ എന്ത് എഴുതും? റിവ്യൂ എ സാമ്പിൾ ഓഫ് സെയിൽസ് ഓർഡേഴ്സ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദേ ആർ സീക്വൻഷ്യലി നമ്പേർഡ്. അതാണ് നമ്മുടെ ടെസ്റ്റ് ഓഫ് കൺട്രോൾ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് മന്ത്ലി ബേസിസിൽ പ്രിപ്പയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളോട് പറയണം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആർ നോട്ട് പ്രിപ്പയർഡ് ഓൺ മന്ത്ലി ബേസിസ്. ഐഡന്റിഫൈ ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്യുക. Therefore, there can be chances of having unreconciled balances in the bank. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? Which would result in bank balance being misstated. ബാങ്ക് ബാലൻസ് മിസ്സ്റ്റേറ്റഡ് ആവും. റെക്കമെൻഡേഷൻ ആയിട്ട് എന്തായിരിക്കും കൊടുക്കാൻ പറ്റുന്നത്? ബാങ്ക് റീകൺസിലേഷൻ ഷുഡ് ബി പെർഫോംഡ് ഓൺ മന്ത്ലി ബേസിസ് ആൻഡ് ഷുഡ് ബി റിവ്യൂഡ് ബൈ എ സീനിയർ ഒഫീഷ്യൽ. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് മന്ത്ലി ബേസിസിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു സീനിയർ അതുപോലെ തന്നെ അത് റിവ്യൂ ചെയ്യണമെന്നും പറഞ്ഞു. അതാണ് നമ്മുടെ റെക്കമെൻഡേഷൻ. ഇനി നമുക്കത് എങ്ങനെയായിരിക്കും ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? യു ക്യാൻ ഒബ്റ്റെയിൻ കോപ്പീസ് ഓഫ് മന്ത്ലി ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് in order to confirm whether they are being prepared on a regular basis, at least on monthly basis, and are being reviewed by a senior official. അപ്പോൾ നിങ്ങൾ പ്രൊസീജിയർ പറഞ്ഞു, ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ എന്താ? കോപ്പീസ് ഓഫ് മന്ത്ലി ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. പർപ്പസ് എന്താ? in order to confirm whether they are prepared on monthly basis and are being reviewed by a senior official. എന്താണ് നിങ്ങൾ റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുത്ത് അതാണ് നിങ്ങളുടെ പർപ്പസ് ആയിട്ട് എഴുതിയത്. എന്ത് ഡോക്യുമെന്റിനെ കുറിച്ചാണ് റെക്കമെൻഡേഷനകത്ത് പറഞ്ഞ് അതാണ് നിങ്ങൾ ഡോക്യുമെന്റ് ആയിട്ട് എഴുതിയത്. ഈ രീതിയിലായിരിക്കണം നമ്മുടെ ടെസ്റ്റ് ഓഫ് കൺട്രോൾ പറയുന്നത്. പ്രൊസീജിയർ ഉണ്ടാവണം, ഡോക്യുമെന്റിലെ ഇൻഫർമേഷൻ ഉണ്ടാവണം, പേർപ്പസ് ഉണ്ടാവണം. ക്ലിയർ ആയി മക്കളെ? അപ്പൊ ഒന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക ഇതായിരിക്കാം, ഓക്കെ, നോട്ട് ഷുവർ. അല്ലെങ്കിൽ ഓൺ ദ അതർ ഹാൻഡ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത് ഇതിന് പകരം മറ്റൊരു രീതിയിലായിരിക്കും. ദേ വിൽ ആസ്ക് us for ഡയറക്റ്റ് കൺട്രോൾസ്. അവർ നമ്മളോട് ഡയറക്റ്റ് കൺട്രോൾസ് എഴുതാൻ പറയും. എന്നിട്ട് നമ്മളോട് എന്ത് പറയും? ഈ ഡയറക്റ്റ് കൺട്രോൾസിന്റെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസും എഴുതാൻ പറയും. ഡയറക്റ്റ് കൺട്രോൾസും ആ ഡയറക്റ്റ് കൺട്രോൾസിന്റെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസും എഴുതാൻ പറയും. സോ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് കൺട്രോൾസ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഡയറക്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ്സ് എ സ്ട്രെങ്ത് ഇൻ കൺട്രോൾ. നമ്മുടെ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിനകത്തുള്ള സ്ട്രെങ്തിനെയാണ് ഡയറക്റ്റ് കൺട്രോൾ എന്ന് വിളിക്കുക. അതായത് നമ്മുടെ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ അകത്തുള്ള ഒരു പർട്ടിക്കുലർ സ്ട്രെങ്ത് കാരണം കൊണ്ട് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള മിസ്റ്റേക്ക് എന്തെങ്കിലും പ്രിവെന്റ് ചെയ്യാൻ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോളിന് പറ്റും എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് കൺട്രോൾ എന്ന് വിളിക്കുക. അഗെയിൻ, നമ്മുടെ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ സ്ട്രെങ്ത് കാരണം കൊണ്ട് FSന്റെ അകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള മിസ്റ്റേക്കിനെ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോളിൽ എങ്ങനെയെങ്കിലും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് കൺട്രോൾ എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സിനാരിയോക്കകത്ത് എന്തെങ്കിലും ഡയറക്റ്റ് കൺട്രോൾ ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് തന്നേക്കുന്ന ഡയറക്റ്റ് കൺട്രോൾ, ആ ഡയറക്റ്റ് കൺട്രോളിനെ ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഡയറക്റ്റ് കൺട്രോളിനെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഡയറക്റ്റ് കൺട്രോൾ കാരണം എന്താണ് നമ്മുടെ കമ്പനി വരുന്ന ഇമ്പാക്ട്, ആ ഇമ്പാക്ട് പറയാം. പക്ഷെ ഇവിടെ സ്ലൈറ്റ് ഡിഫറൻസ്. ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി അല്ലായിരിക്കും നമ്മൾ പറയുന്നത്, ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും നമ്മൾ പറയുക. അതായത് ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് അല്ല, പകരം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ആയിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. പോസിറ്റീവ്ലി എങ്ങനെയാണ് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് ഈ കൺട്രോൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവ് കൺട്രോൾ എന്താണോ അത് ഐഡന്റിഫൈ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, ഇമ്പാക്ട് ഓൺ FS എഴുതുക. ഡെഫിഷ്യൻസിയുടെ കേസ് നമ്മൾ ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി ആണ് എഴുതുന്നത്. ഇനി ഇവിടെ ടെസ്റ്റ് ഓഫ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? ദ സെയിം തിങ്.
ഒരു വ്യത്യാസമില്ല. നമ്മൾ മേലെ പറഞ്ഞ പോലെ തന്നെ എന്താണോ പ്രൊസീജിയർ, ആ പ്രൊസീജിയർ എന്താണെന്നുള്ള പറയാം. പ്ലസ് നമുക്ക് വേണ്ട ഡോക്യുമെന്റ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ എന്താണോ ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എന്താണെന്നുള്ള കാര്യം പറയണം. പ്ലസ് നമ്മുടെ പേർപ്പസ് എന്താണോ നമ്മുടെ പേർപ്പസ് ഓഫ് പ്രൊസീജിയർ എന്താണെന്നുള്ള കാര്യവും പറയാം. അപ്പൊ ഇതായിരിക്കും ടെസ്റ്റ് ഓഫ് കൺട്രോളിന്റെ കേസ് പറയുക. ഇവിടെ പറഞ്ഞ പോലെ തന്നെ സെയിം രീതിയിലായിരിക്കും പറയാം. അപ്പൊ കുറച്ച് മുന്നേ ഡെഫിഷ്യൻസി എഴുതിയപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു. ബാങ്ക് റീകൺസിലേഷൻ ഈസ് നോട്ട് പ്രിപ്പയർഡ് ഓൺ മന്ത്ലി ബേസിസ്. ഓൺ ദ അതർ ഹാൻഡ് ഡയറക്ട് കൺട്രോൾ ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും നമ്മളോട് പറയാ? ബാങ്ക് റീകൺസിലേഷൻസ് ആർ പ്രിപ്പയർഡ് ഓൺ മന്ത്ലി ബേസിസ് എന്നായിരിക്കും പറയാം. സോ ബാങ്ക് റീകൺസിലേഷൻ മന്ത്ലി ബേസിസ് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും? അൺറീകൺസൈൽഡ് ആയിട്ടുള്ള ബാലൻസസ് ഉണ്ടാവില്ല. നമ്മുടെ കമ്പനിയുടെ ലെഡ്ജറിന്റെ അകത്ത് ഉണ്ടാവുന്ന ഡിഫറൻസസ് എന്തൊക്കെയാണോ അത് ടൈംലി ബേസിസിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അത് കാരണം കൊണ്ട് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്താവത്തില്ല, ബാങ്ക് ബാലൻസ് എന്താവത്തില്ല, അണ്ടർസ്റ്റേറ്റഡ് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആവത്തില്ല. ഇതാണ് നമ്മുടെ ഇമ്പാക്ട്, പോസിറ്റീവ് ഇമ്പാക്ട്. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഡയറക്ട് കൺട്രോൾ അങ്ങനെ ആയിരിക്കും പറയാ, ബാങ്ക് റീകൺസിലേഷൻ ആർ പ്രിപ്പയർഡ് ഓൺ മന്ത്ലി ബേസിസ് ബൈ ദ അലൻ കമ്പനി. Therefore, all the unreconciled balances will be adjusted on timely basis. Thereby, the bank balance will not be under or overstated. ഇനി അതെങ്ങനെയായിരിക്കും നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക? നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ സെയിം പാറ്റേൺ. റിവ്യൂ കോപ്പീസ് ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് in order to confirm whether they are being prepared on monthly basis and are being reviewed by a senior official. ഇതായിരിക്കും നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾ ആയിട്ട് പറയാം. ഇവിടെയും നമ്മൾ എന്താണ് ഉണ്ട് എന്ന് പറഞ്ഞ കൺട്രോൾ അത് ശരിക്കും ഉള്ളത് തന്നെയാണോ എന്നറിയാൻ എന്താണോ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുന്നത് അത് മാത്രം പറഞ്ഞാൽ മതി. സോ ദിസ് ഈസ് ഹൗ യു നീഡ് ടു മെൻഷൻ ആൻസേഴ്സ് ഇൻ റിലേഷൻ ടു ഡയറക്ട് കൺട്രോൾസ് ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? Yes, sir. ഓക്കെ. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഡയറക്ട് കൺട്രോളും അതിന്റെ റെക്കമെൻഡേഷൻസ് ഡയറക്ട് കൺട്രോളും ടെസ്റ്റ് ഓഫ് കൺട്രോളും മാത്രമായിരിക്കാം ചോദിക്കുക. അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ആൻഡ് റെക്കമെൻഡേഷൻ മാത്രമായിരിക്കും ചോദിക്കുക. അതും അല്ലെങ്കിൽ ഡെഫിഷ്യൻസി, റെക്കമെൻഡേഷൻ, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചോദിക്കാം. അതും അല്ലെങ്കിൽ നോർമലി ഇപ്പൊ പുതിയ പാറ്റേൺ ചോദിക്കുന്നത് എങ്ങനെയാ? ഡെഫിഷ്യൻസി, റെക്കമെൻഡേഷൻ ചോദിക്കും, ഡയറക്ട് കൺട്രോൾ, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചോദിക്കും. ഈ പാറ്റേണിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ഈതർ വേ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഇങ്ങനെയായിരിക്കും നമുക്ക് ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുന്ന ഏരിയക്കകത്ത് നിന്നും പേപ്പർ AA ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. Is that clear everyone? Yes, sir. Yeah. So literally നമ്മുടെ 2022-23 കിറ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമ്മൾ ചെയ്തതായിരുന്നു in relation to the internal controls. And now we are going to do one thing that we are going to practice a new question from the area of 2023-24 revision kit. നമുക്ക് 2023-24 റിവിഷൻ കിറ്റിന്റെ അകത്ത് കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്യാനായിട്ടുള്ളത്. അതായത് ലിറ്ററലി നമുക്ക് പുതുതായിട്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ 2 ക്വസ്റ്റ്യൻസ് മാത്രമാണ് പുതുതായിട്ടുള്ളത്. There's a question called daily and there's another question called വിറ്റേക്ക്. നമ്മൾ അതിലെ വിറ്റേക്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് ക്വസ്റ്റ്യൻ നമ്പർ 219. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ ദി റിക്വയർമെന്റ്സ് ടുഗെദർ. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മളോട് അവർ ചോദിച്ചേക്കുന്നത് 3 ഡയറക്ട് കൺട്രോളും അതിന്റെ ടെസ്റ്റ് ഓഫ് കൺട്രോളുമാണ്. രണ്ടാമതായിട്ട് നമ്മളോട് ചോദിച്ചേക്കുന്നത് 5 ഡെഫിഷ്യൻസീസും അതിന്റെ റെക്കമെൻഡേഷൻസുമാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് സെയിൽസ് സിസ്റ്റം തന്നിട്ടുണ്ട്, ദെൻ പേറോൾ സിസ്റ്റം തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ബാങ്ക് സിസ്റ്റവും തന്നിട്ടുണ്ട്. ഈ 3 സിസ്റ്റംസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളോട് ഡയറക്ട് കൺട്രോൾസ്, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്, 5 ഡെഫിഷ്യൻസീസ് ആൻഡ് റെക്കമെൻഡേഷൻസ് അല്ല ചോദിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകം ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരുപാട് പേര് കൊണ്ടേ തെറ്റിച്ചു വെക്കുന്ന ഒരു കാര്യമാണ് സെയിൽസിൻ്റെ അകത്ത് ഈ 3 സിസ്റ്റത്തിൻ്റെ അകത്തുനിന്നും ഡയറക്ട് കൺട്രോളും ടെസ്റ്റ് ഓഫ് കൺട്രോളും കണ്ടുപിടിക്കാൻ നോക്കും, ഡെഫിഷ്യൻസിയും റെക്കമെൻഡേഷനും കണ്ടുപിടിക്കാൻ നോക്കും. പക്ഷെ നിങ്ങൾക്ക് കിട്ടില്ല, വെറുതെ സമയം പോവും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ, ഫ്രീസിയൊക്കെ പോലത്തെ ക്വസ്റ്റ്യൻസ് ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ഇവിടെ നമ്മളോട് അങ്ങനെയല്ല ചോദിച്ചേക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിൽസ് സിസ്റ്റം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ പേറോൾ സിസ്റ്റവും ബാങ്ക് സിസ്റ്റവും തന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങളോട് പറയാണ് ഇതിലെ സെയിൽസ് സിസ്റ്റത്തിൻ്റെ അകത്തുള്ള 3 ഡയറക്ട് കൺട്രോൾസും ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ പേറോൾ സിസ്റ്റവും ബാങ്ക് സിസ്റ്റവും തന്നിട്ടുണ്ട്, അതിലെ 5 ഡെഫിഷ്യൻസീസും റെക്കമെൻഡേഷനും ആണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? ക്ലിയർ ആയോ മക്കളെ? അപ്പം മൊത്തം സിസ്റ്റത്തിൽ നിന്നുള്ള ഡയറക്ട് കൺട്രോളും ടെസ്റ്റ് ഓഫ് കൺട്രോളും അല്ലെ ഡെഫിഷ്യൻസി ആൻഡ് റെക്കമെൻഡേഷൻ അല്ല ചോദിച്ചേക്കുന്നത്. പകരം എങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്? സെയിൽസ് സിസ്റ്റത്തിലെ ഡയറക്ട് കൺട്രോൾസും ടെസ്റ്റ് ഓഫ് കൺട്രോൾസും കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പേറോൾ ആൻഡ് ബാങ്ക് സിസ്റ്റത്തിലെ 5 ഡെഫിഷ്യൻസീസും റെക്കമെൻഡേഷനും കണ്ടുപിടിക്കുക. അപ്പൊ ആ പാറ്റേണിൽ തന്നെ വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, ക്ലിയർ അല്ലേ? Yes, sir. Okay. So everyone, please start with this question number
219. Start ചെയ്തു എല്ലാവരും. So നോക്കി എല്ലാവരും. It is 1st July 2015. You are the audit supervisor with W&Co. You are currently reviewing notes in relation to the internal controls in place at your client. W manufactures and sells luxury bed linen, wholesale to the hotel trade and direct to the public from its factory store. It has an year ending 31st August 2015. W implemented a new sales system in May 2015. The new system was fully tested prior to its implementation and will be run in parallel with the old system until the year end. W department is responsible for internal audit department is responsible for comparing output from the old and new system, investigating any discrepancies and making recommendation for further action. The company operates a fully automated credit check process for all its new hotel customers. The automated system generates a credit limit for each new customer, which the sales director approves before the customer can place any order. She evidences her approval in the system. On a monthly basis, receivables ledger clerk downloads the age receivables report and reviews it for outstanding debt. In line with W's credit control policy, any debt which are greater than 30 days overdue are then passed to the credit control department, which contacts the customers to resolve any issue and recover the debt. Also, on a monthly basis, accounts clerk reconciles the trade receivables account to the list of individual customer balances in order to verify the month-end receivables balance. Any reconciling items are documented, errors are corrected on a timely basis, and then the reconciliation are reviewed and approved by the finance controller. പറയും മക്കളെ, എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് സ്ട്രെങ്ത് ഉള്ളത് അല്ലെങ്കിൽ ഡയറക്റ്റ് കൺട്രോൾസ് ആയിട്ടുള്ളത്? എന്തൊക്കെയാ? ന്യൂ സിസ്റ്റം ഓൾഡ് സിസ്റ്റം പാരലൽ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്റർണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ട ആക്ഷൻസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫൈൻ. സോ ദാറ്റ്സ് ഐഡന്റിഫിക്കേഷൻ പാർട്ട്. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എക്സ്പ്ലനേഷൻ എന്തായിരിക്കും? ഇപ്പോ ഡാറ്റാസ് ഓൾഡ് സിസ്റ്റത്തിലും ന്യൂ സിസ്റ്റം പാരലൽ ആയിട്ട് റൺ ചെയ്യുന്നതുകൊണ്ടും ഡാറ്റ കംപ്ലീറ്റ് ആയിരിക്കും. എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ ട്രേസ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. നമുക്ക് ഒമിഷൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ ഉണ്ടാവത്തില്ല. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ഇമ്പാക്ട് ഓൺ എഫ്എസ് എന്തായിരിക്കും? മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടാവത്തില്ല. പ്രോസസ് ചെയ്യുന്ന ഡാറ്റയ്ക്കകത്ത് എറേഴ്സ് വരത്തില്ല. സോ നമ്മുടെ റവന്യൂ ഇവിടെ എന്താവത്തില്ല? അണ്ടർസ്റ്റേറ്റഡ് അല്ലെങ്കിൽ ഓവർസ്റ്റേറ്റഡ് ആവത്തില്ല. ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ആൻസർ ആയിട്ട് പറയേണ്ടത്. ഇപ്പൊ നമ്മളിപ്പോ ഇന്റർപ്രിറ്റ് ചെയ്ത പോലെ തന്നെ മീനിങ് ആയിട്ട് ആദ്യം ആലോചിച്ച് നോക്കുക. എന്നിട്ട് പറയണം, ദി ന്യൂ സെയിൽസ് സിസ്റ്റം of W is implemented and old and the new system are run in parallel, and the internal audit department will check the output, and in case of any discrepancies that will be corrected. Therefore, this reduces the possibility of having omission or duplication of data that might have occurred while transferring the data. And since they review the discrepancies, any errors will be corrected on timely basis. Therefore, the revenue will not be understated or overstated. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ന് പറയാം, therefore the accounting records will not be misstated എന്നുള്ളത് പറയാം. So that's a direct control. അവിടെ നമുക്ക് അത് എങ്ങനെയായിരിക്കും മക്കളെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? How can you test that? Process observe ചെയ്യാം. Okay, fine. ഓൾഡ് സിസ്റ്റത്തില് പറഞ്ഞു. ഡാറ്റ ഓൾഡ് സിസ്റ്റത്തിലെ സാമ്പിൾസ് എടുക്കുക. ഓൾഡ് സിസ്റ്റത്തിലെ ഡാറ്റയുടെ സാമ്പിളും ന്യൂ സിസ്റ്റത്തിലെ ഡാറ്റയുടെ സാമ്പിളും എടുത്തിട്ട് ചെക്ക് ചെയ്യുക അത് കംപ്ലീറ്റ് ആണോന്ന്. പിന്നെ അത് എന്താ പറയാ ഫർദർ ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് അത് കമ്പയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും അതിനുള്ള റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടോ അതിന്റെ അപ്രൂവൽ ചെക്ക് ചെയ്യുക. ഓക്കെ ഫൈൻ, ഗുഡ്. അതായത് പുതിയ സിസ്റ്റത്തിലേക്ക് ഡാറ്റ കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ്ലി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യാം? ഓൾഡ് സിസ്റ്റത്തിലുള്ള ഒരു സാമ്പിൾ ഓഫ് ഡാറ്റ ന്യൂ സിസ്റ്റത്തിലേക്ക്, അല്ലെ ന്യൂ സിസ്റ്റത്തിലുള്ള ഒരു സാമ്പിൾ ഓഫ് ഡാറ്റ ഓൾഡ് സിസ്റ്റമായിട്ട് എഗ്രി ചെയ്ത് നോക്കുക. എന്നിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത് കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ആണോ എന്ന് കൺഫേം ചെയ്യുക. അതുപോലെ ഡിസ്ക്രിപ്പൻസീസ് എന്തൊക്കെയാണുള്ളത് അത് കറക്റ്റ് ചെയ്തതിന്റെ റെക്കോർഡ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് റിവ്യൂ ചെയ്യുക. ഗുഡ്. അപ്പൊ എന്ത് പറയാം?
agree a sample of data in the new system to the old system in order to confirm whether the balances have been transferred completely and accurately, review records of mistakes corrected by the internal audit department in order to ensure that discrepancies are corrected on timely basis. Clear? Is that clear, Yes, everyone? Okay. Yes, sir. അടുത്ത ഇനി എന്താ മക്കളെ പ്രശ്നം? അല്ല സോറി, ബെനിഫിറ്റ് എന്താ? വേറെന്താ ബെനിഫിറ്റ്? ഫുള്ളി ഓട്ടോമേറ്റഡ് ക്രെഡിറ്റ് ചെക്ക് പ്രോസസ് ആണ് ഉള്ളത്. ഓക്കെ. പിന്നെ അത് എന്താ അപ്രൂവ് ചെയ്യുന്നുണ്ട്. ആ ക്രെഡിറ്റ് ലിമിറ്റ് സെയിൽസ് ഡയറക്ടർ അപ്രൂവ് ചെയ്യുന്നുണ്ട്. അതിന് എവിഡൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും ബെനിഫിറ്റ് ഉണ്ടാവുക? കറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ലിമിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ക്രെഡിറ്റ് ലിമിറ്റോ അല്ലെങ്കിൽ കുറവ് ക്രെഡിറ്റ് ലിമിറ്റോ അത് ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ഉണ്ടാവുന്ന സിറ്റുവേഷൻ ഒഴിവാക്കാം. കുറവായി കഴിഞ്ഞാൽ നമുക്ക് ലോസ് ഓഫ് റവന്യൂ ആ സിറ്റുവേഷനും ഒഴിവാക്കാൻ പറ്റും. അപ്പൊ റിസീവ്സ് ബാലൻസ് എന്താവത്തില്ല, മിസ്റ്റേറ്റഡ് ഓവറോൾ ഒന്നെങ്കിൽ ഓവർ ഓർ അണ്ടർസ്റ്റേറ്റഡ് പറയാം, അല്ല എന്താ പറയാ, മിസ്റ്റേറ്റഡ് ആവത്തില്ല. മിസ്റ്റേഡ് ആവില്ല. അപ്പൊ നമുക്ക് എന്തായിരിക്കും ഇവിടെ പറയാൻ പറ്റുക? നിങ്ങൾ നോക്കിയിട്ട് പറയാം. ദി കമ്പനി യൂസസ് ഫുള്ളി ഓട്ടോമേറ്റഡ് ക്രെഡിറ്റ് ചെക്ക് പ്രോസസ് ആൻഡ് ഫോർ ഓൾ ദി ന്യൂ കസ്റ്റമേഴ്സ് who have been provided with credit limit are authorized by the sales director. Therefore, this reduces the possibility of having loss of revenue for the company, and all the possibilities of bad and doubtful debts also avoided, resulting in receivables balance not being misstated. And how can you check that? എങ്ങനെയായിരിക്കും ടെസ്റ്റ് ഓഫ് കൺട്രോൾ എഴുതാൻ പറ്റുക? എങ്ങനെയായിരിക്കും? ക്രെഡിറ്റ് ലിമിറ്റ്സ് അപ്രൂവ് ചെയ്തിട്ട് സെയിൽസ് ഡയറക്ടറുടെ സിഗ്നേച്ചർ ചെക്ക് ചെയ്യുക. ക്രെഡിറ്റ് ലിമിറ്റ് ആ ഓതറൈസ് ക്രെഡിറ്റ് ലിമിറ്റ് ചെയ്തേക്കുന്നത് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് എന്താ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏത് ഡോക്യുമെന്റ് നോക്കേണ്ടത്? ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ് ക്രെഡിറ്റ് ഓതറൈസേഷൻ ലെറ്റർ നോക്കുക. അപ്പൊ എന്ത് പറയാ? ഫോർ എ സാമ്പിൾ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ്, റിവ്യൂ ദ ക്രെഡിറ്റ് ഓതറൈസേഷൻ ലെറ്റർ ടു കൺഫേം that they are being authorized by the sales director, and review a sample of sales orders in order to confirm that the company have accepted only those orders that are below the accepted credit limit. Clear alle? Clear alle മക്കളെ? Yeah. ഇനി അടുത്ത എന്താ? ഈ ക്രെഡിറ്റ് ലിമിറ്റ് ആർക്കൊക്കെയാ സെറ്റ് ചെയ്യാൻ പറ്റും? ക്രെഡിറ്റ് ലിമിറ്റ് സീനിയർ ഒഫീഷ്യൽ എന്നാണ് നമ്മൾ പറയാ. ഒന്നെങ്കിൽ ക്രെഡിറ്റ് കൺട്രോളർ ആയിരിക്കണം, അല്ലെങ്കിൽ സെയിൽസ് ഡയറക്ടർ പോലെ. സെയിൽസ് ഡയറക്ടർ ആണ് ആ ടീമിലെ ഏറ്റവും ഹയസ്റ്റ്. ഓക്കെ. ഇനി പറയും അടുത്ത ഇഷ്യൂ എന്താ? സ്ട്രെങ്ത്. എക്സാക്ട്ലി. അതായത് അവര് സെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓവർഡ്യൂ ആയി കഴിഞ്ഞാൽ, അതായത് റിസീവ്സിന്റെ പേയ്മെന്റ് കിട്ടാനുള്ള ഓവർഡ്യൂ ആയി കഴിഞ്ഞാൽ 30 ഡേയ്സിൽ കൂടുതലായി കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും എന്നാ പറഞ്ഞത്? ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അവർ പാസ് ചെയ്യും. അവരെന്നിട്ട് എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിനെ ഫോളോ അപ്പ് ചെയ്ത് ഡെപ്റ്റ് റിക്കവർ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന സ്ട്രെങ്ത് എന്തായിരിക്കും? ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ഒഴിവാക്കാം. ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സിനുള്ള പോസിബിലിറ്റീസ് ഓട്ടോമാറ്റിക്കലി എന്താവും? ഒഴിവാകും. അത് കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈംലി ബേസിസിൽ റിസീവ്സ് ബാലൻസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ശരിയല്ലേ? സോ ഇറിക്കവറബിൾ ഡെപ്റ്റ് ഉണ്ടാവില്ല, അക്കൗണ്ട്സ് കറക്റ്റ് ആയിരിക്കും, റിസീവ്സ് ബാലൻസ് എന്താവില്ല? ഓവർ സ്റ്റേറ്റഡ് ആവില്ല. അപ്പൊ അതായിരിക്കും നമ്മൾ പറയാ. നിങ്ങൾ എന്ത് പറയാം? The receivables ledger team traces all the receivables balance that are outstanding for more than 30 days, and this will be passed to the credit control department. They will recover the debt on timely basis. Therefore, the possibility of having bad and doubtful debts for the company will be avoided completely, and all the outstanding balances will be followed up on timely basis, resulting in receivables balance not being overstated. നമുക്കത് എങ്ങനെയായിരിക്കും മക്കളെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? എങ്ങനെയായിരിക്കും ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? റിസീവബിൾസ് റിപ്പോർട്ട് റിവ്യൂ ചെയ്യാം. ഓക്കെ, റിസീവ്സ് റിപ്പോർട്ട് റിവ്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് എന്തറിയാൻ പറ്റും? സാമ്പിൾ ഓഫ് ഓൾഡ് ബാലൻസസ് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടൻസ് നോക്കിയാൽ പോരെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? റിവ്യൂ ദ ലിസ്റ്റ് ഓഫ് റിസീവബിൾസ് ടു ഐഡന്റിഫൈ എ സാമ്പിൾ ഓഫ് old debt outstanding more than 30 days and review the correspondence in order to confirm whether follow-up requests have been raised by the company. Clear? ഇനി വേറെ എന്താ ഡെഫിഷ്യൻസി ഇവിടെ ഉള്ളത്? സോറി, സ്ട്രെങ്ത് ഇവിടെ ഉള്ളത് എന്താ? വേറെ ട്രേഡ് റിസീവബിൾസ് അക്കൗണ്ട്
പറഞ്ഞോ. ട്രേഡ് റിസീവ്സ് അക്കൗണ്ട് മന്ത്ലി ബേസിസിൽ റീകൺസൈൽ ചെയ്യുന്നുണ്ട്. മന്ത്ലി ബേസിസിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? റീകൺസൈൽ ചെയ്യുന്നുണ്ട്. എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു? കറക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? നിങ്ങൾക്ക് പറയാം അക്കൗണ്ട്സ് ക്ലർക്ക് പെർഫോംസ് മന്ത്ലി റീകൺസിലേഷൻ ഫോർ ട്രേഡ് റിസീവബിൾസ് അക്കൗണ്ട്. അതുകൊണ്ട് നമുക്ക് ആൻഡ് ദീസ് ആർ ബീങ് റിവ്യൂഡ് ആൻഡ് അപ്രൂവ്ഡ് ബൈ ദ ഫിനാൻസ് കൺട്രോളർ. അതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും ബെനിഫിറ്റ് ഉണ്ടാവുക? Any discrepancies in the customer balances or any differences in the customer balances will be identified on correctly basis and identified on timely basis and will be corrected. Therefore, the receivables balance will not be misstated. അല്ലേ? അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്തായിരിക്കും? മന്ത്ലി റീകൺസൈൽ ചെയ്തതിന്റെ കോപ്പി നോക്കാം. അപ്പൊ നമുക്ക് എന്താ പറയാം? റിവ്യൂ ദ കോപ്പി ഓഫ് മന്ത്ലി കസ്റ്റമർ accounts and receivables ledger reconciliation in order to confirm they are being prepared on monthly basis and are being reviewed and approved by the financial control. Clear? Yes, sir. Okay. അപ്പൊ നമ്മൾ എത്ര പോയിന്റ്സ് കണ്ടുപിടിച്ചു? ലിറ്ററലി we have figured out around 1 2 3 4 അല്ലെ? 4 സ്ട്രെങ്ത്തും അതിന്റെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസും കണ്ടുപിടിച്ചു. നമ്മളോട് അവർ എത്ര എണ്ണമായിരുന്നു ചോദിച്ചത്? 3 ആയിരുന്നു ചോദിച്ചത്. ഓക്കെ. ഇനി അവർ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്തായിരുന്നു? ഇൻ റിലേഷൻ ടു ദ പേറോൾ ആൻഡ് ബാങ്ക് സിസ്റ്റം 5 ഡെഫിഷ്യൻസീസ് ആൻഡ് റെക്കമെൻഡേഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ അത് വായിച്ചു നോക്കാം. പേറോൾ. W has a human resource department which is responsible for processing joiners and leavers, including preparing and sending authorized joiners form to the payroll department so that new employees can set up correctly on the payroll system. However, when additional staff are recruited at short notice, joiners forms are not completed and instead production supervisor notifies the payroll department by email on the day they commence employment. Staff are required to work overtime on regular basis in order to meet production targets. Overtime is paid monthly in arrear at the end of the month in which it is worked. All overtime reports are reviewed on quarterly basis by the production supervisor after the overtime has been paid. Review of the overtime report are evidenced by signature of the production director. Payroll system automatically calculates the wages and deductions for all employees based on standing data. The standing data is reviewed regularly to ensure it is still accurate. However, no check are performed on monthly payroll calculations. In May each year, all employees receive a bonus, the amount of which varies depending upon their performance. The payroll department received written notice from the HR manager of the bonus based on his view of the employee's performance in the year. Bonus for 2015 were input into the payroll system by the payroll clerk. After May's payroll has been processed, small number of employees notified the payroll department that bonus they had been paid did not agree to the bonus confirmation letter. This was corrected in June 2015. അപ്പൊ നമുക്ക് പേറോൾ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. സോ വാട്ട് ആർ ദ ഡെഫിഷ്യൻസീസ് വിച്ച് യു ഐഡന്റിഫൈഡ് ഫ്രം ദി സിനാരിയോ? എന്തൊക്കെയാ മക്കളെ? വിൽ യൂസ് അനദർ കളർ. എന്തൊക്കെയാ ഡെഫിഷ്യൻസീസ്? HR ആണ് ജോയിനേഴ്സിനെയും ലീവേഴ്സിനെയും ഒക്കെ ഓതറൈസ് ചെയ്യേണ്ടത്, ഫോം ഒക്കെ പ്രിപ്പയർ ചെയ്ത് പേറോളിന് അയക്കേണ്ടത്. പക്ഷെ ഷോർട്ട് നോട്ടീസിൽ എംപ്ലോയീസിനെ എടുക്കുമ്പോൾ അത് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ആണ് പേറോൾ ഡിപ്പാർട്ട്മെന്റിനെ നോട്ടിഫൈ ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ അവിടെ വേറെ എന്താ പ്രശ്നം അസോസിയേറ്റഡ് വിത്ത് ദാറ്റ്? ജോയിനേഴ്സ് ഫോം അവിടെ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, ഇമെയിൽ വഴി. So what happens if the joiners forms are not prepared and if it is done by production supervisor? അയാൾക്ക് അതിനുള്ള നോളേജ് ഉണ്ടാവില്ല. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കില്ല അണ്ടർടേക്കൺ ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഫോംസ് ഇല്ലെങ്കിൽ എന്തായിരിക്കും പറ്റുക? ഫോംസ് ഇല്ലെങ്കിൽ ഒന്നുകിൽ ഫിക്ടീഷ്യസ് എംപ്ലോയീസ് ഉണ്ടാവും, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ ന്യൂ ജോയിനേഴ്സിന് പേയ്മെന്റ് പോവില്ല. അതായത് പ്രോപ്പർ ഡേറ്റ അവരെ കുറിച്ച് കളക്ട് ചെയ്തിട്ടുണ്ടാവില്ല. സോ ഓൺ ടൈം പേയ്മെന്റ് പോവില്ല. അപ്പൊ അവരെന്താവും? ഡിസാറ്റിസ്ഫൈഡ് ആവും അല്ലേ? സാർ ഒരു സംശയം, ഫിക്ടീഷ്യസ് എംപ്ലോയീസ് പറയാൻ പറ്റില്ല അല്ലേ? ഫിക്ടീഷ്യസ് എംപ്ലോയീസ് നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് ഫോംസ് ഇല്ലാണ്ട് ഇൻപുട്ട് ചെയ്യും എന്നല്ലേ പറഞ്ഞത്? ഫോംസ് ഇല്ലാണ്ട് ഇൻപുട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന് ഓവറോൾ ഒരുപാട് എംഫസൈസ് ചെയ്യണം എന്നില്ല, പേറോൾ അല്ലാത്തതുകൊണ്ട്.
ഓക്കെ, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് പറയാമെന്നേ ഉള്ളൂ കേട്ടോ. okay. മെയിൻലി നമ്മൾ പറയുന്നത് ഏതായിരിക്കും? ഇൻകറക്റ്റ് ആയിട്ടുള്ള Payment. പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്തു എന്നുള്ളതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ആയിരിക്കും പറയാ: the temporary staff which are being appointed to the company are undertaken by, the temporary staff members which are required for the company are being appointed by the payroll department, and they does not complete joiners form when the employees are being appointed. Therefore, there can be chances that the production supervisors might not have taken appropriate details relating to each of the employees being appointed, and the production supervisors might not be familiar with the appointment process, which would result in employees not being paid on time and employees will be dissatisfied. There can also be chances of setting up fictitious employees to the companies, which might result in unwanted cash outflows for the company. നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കണം? വളരെ സിമ്പിൾ റെക്കമെൻഡേഷൻ അല്ലേ? എന്താണോ ഇല്ലാത്തത് വേണം എന്ന് പറയാം. എന്താ ഇവിടെ ഇല്ലാത്തത്? Joiners form. ജോയിനേഴ്സ് ഫോം ഇല്ല, അപ്പൊ അത് വേണം. അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് ആരാ നടത്തേണ്ടത്? HR തന്നെയാണ് HR തന്നെ നടത്തണം. അപ്പൊ നമ്മൾ എന്തായിരിക്കും പറയേണ്ടി വരിക? All the temporary staff members to the company should be appointed by the HR department, and for both the permanent and temporary staff members, proper employee forms should be completed before the appointment. Clear? Yes, sir. Okay. So what will be the next issue? അടുത്ത ഇഷ്യൂ എന്താ മക്കളെ? വേറെ പ്രശ്നമൊന്നുമില്ലേ? വേഗം പറ, അടുത്ത പ്രോബ്ലം എന്താ? Overtime reports. ഓവർടൈം പേയ്മെന്റ്സ് അവരെങ്ങനെ കൊടുക്കുന്നത്? Quarterly. പേയ്മെന്റ്സ് കൊടുക്കുന്നത് എങ്ങനെയാ? അല്ല, monthly. മന്ത്ലി അല്ലെ? ഓവർടൈം പേയ്മെന്റ്സ് കരിയർ ആയിട്ട് മന്ത്ലി തന്നെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് റിവ്യൂ ചെയ്യുന്ന എപ്പോഴാണ്? Quarterly. ക്വാർട്ടർലി ആണ് അല്ലെ? അപ്പം ലിറ്ററലി 3 months കൂടുമ്പോഴാണ് ഓവർടൈം റിപ്പോർട്ട്സ് റിവ്യൂ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പേയ്മെന്റ് കൊടുക്കുന്നത് മന്ത്ലി ആണ്. സോ വാട്ട് വിൽ ബി ദി ഇഷ്യൂ there in that case? Literally, they are being paid before the overtime reports are being reviewed. So there can be chances that incorrect overtime payments might be paid to the employees, which would result in either employee dissatisfaction or there can be chances of having unwanted cash outflow for the company. അല്ലെ? In terms of payroll expense. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? പേയ്മെന്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ റിവ്യൂ ചെയ്തിരിക്കണം. Exactly. The overtime payments should be sent for approval on monthly basis before the overtime payments are being made to the employees. Clear? What's the next issue? Payroll system automatically wage deductions എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. Okay. പക്ഷെ ഇത് ഈ കാൽക്കുലേഷൻസ് ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. Exactly. നമുക്ക് എന്ത് പറയാം? So what will be the cause there? അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? എറേഴ്സ് ഓൺ ടൈം ഐഡന്റിഫൈ ചെയ്യോ റിസോൾവ് ചെയ്യോ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻകറക്റ്റ് ആയിട്ടുള്ള വേജ് റേറ്റ് ആയിരിക്കും എംപ്ലോയീസിന് പേ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എംപ്ലോയീസ് ഒന്നെങ്കിൽ എന്താവും? ഡിസാറ്റിസ്ഫൈഡ് ആവും, അല്ലെങ്കിലോ അൺവാണ്ടഡ് ക്യാഷ് ഔട്ട് ഫ്ലോസ് ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ പറയാം the payroll system automatically calculate the wages and deductions. However, no checks are being performed on monthly basis on the payroll calculations. Therefore, there can be chances that any errors in the automatic computations might not be identified and corrected on timely basis, which would result in incorrect amounts being paid to the employees, leading to either employee dissatisfaction or unwanted cash outflow for the company. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? ചെക്ക് ചെയ്യണം. സിമ്പിൾ ആസ് ദാറ്റ്. ഇവിടെ എന്താ ഇല്ല എന്ന് പറഞ്ഞ് മന്ത്ലി ബേസിസ് ചെക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം എന്ന് പറയുന്നത്? മന്ത്ലി ബേസിസിൽ ഒരു സീനിയർ ചെക്ക് ചെയ്യണം, എന്നിട്ട് സൈൻ ചെയ്യണം എന്ന് പറയാം. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് പറയാം? എ സാമ്പിൾ ഓഫ് പേറോൾ കാൽക്കുലേഷൻ ഷുഡ് ബി റിവ്യൂഡ് ആൻഡ് റീകാൽക്കുലേറ്റഡ് ബൈ എ സീനിയർ ആൻഡ് ദ റിവ്യൂ ഷുഡ് ബി എവിഡൻസ് ബൈ സിഗ്നേച്ചർ. ക്ലിയർ? Yes, sir. Yeah. What else in this paragraph? ബോണസ് പേയ്മെന്റ്സ്, ബോണസിന്റെ കൺഫർമേഷൻ ലെറ്ററും പിന്നെന്തായിരുന്നു? ബോണസിന്റെ കൺഫർമേഷൻ ലെറ്റർ പ്രകാരം എത്രയാണ് പേയ്മെന്റ് കൊടുക്കേണ്ടത് അതെല്ലാം എന്ത് ചെയ്തേക്കുന്നത്? എംപ്ലോയീസിന് പോയേക്കുന്നത്. എംപ്ലോയീസ് അതുകൊണ്ട് എന്തായെന്ന് പറഞ്ഞു? ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പം അവിടെ എന്താ ശരിക്കും സംഭവിച്ചേക്കുന്നത്? കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ഓക്കെ, അതായത് ആരെ ഇവിടെ ഇൻപുട്ട് ചെയ്തു എന്ന് പറഞ്ഞേക്കുന്നത്? പേറോൾ ക്ലർക്ക്. പേറോൾ ക്ലർക്ക് ആണ്. അപ്പൊ എന്തായിരിക്കും സംഭവിച്ചേക്കുന്നത്? പേറോൾ ക്ലർക്ക് ഇൻപുട്ട് ചെയ്തേക്കുന്ന എമൗണ്ട്
ആരും റിവ്യൂ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പൊ സംഭവിച്ചു തന്നെ. ഇത് ചാൻസസ് ഇവര് ഹയർ എമൗണ്ട് ഓഫ് ബോണസ് ചിലപ്പോൾ ആർക്ക് ഇൻപുട്ട് ചെയ്യും? ഫേവറബിൾ എംപ്ലോയീസിന് ഇൻപുട്ട് ചെയ്യും. അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഇപ്പോഴത്തെ പോലെ പേയ്മെന്റ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്താവും പറയാ? ഡിസാറ്റിസ്ഫൈഡ് ആവും എന്ന് പറയാം. ശരിയല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? The bonus were inputted into the system by the payroll clerk. However, these are not being reviewed, which have created misstatements in the payments being made to the employees. അപ്പൊ നിങ്ങൾ എന്ത് പറയാ? Therefore, there can be chances that sometimes there can be chances of having unidentified fraudulent transactions performed by the payroll clerk, providing higher amount of bonus payout to their favorable employees. Or there can be chances of having errors in the payroll balances not being identified, resulted in incorrect payment being made to the employees, and employees will be dissatisfied. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? സിമ്പിൾ ആയിട്ട് സീനിയർ പേറോൾ ക്ലർക്ക് റിവ്യൂ ചെയ്തിട്ടായിരിക്കണം ബോണസ് സീനിയർ പേറോൾ ക്ലർക്ക് അല്ല, പേറോൾ ക്ലർക്ക് ഇൻപുട്ട് ചെയ്ത് ആരെയണം? സീനിയർ പേറോൾ ഡിപ്പാർട്ട്മെന്റിലുള്ള ആരെങ്കിലും റിവ്യൂ ചെയ്യണം എന്ന് പറയാം. ശരിയല്ലേ? ഓക്കെ. അപ്പൊ എന്ത് പറയാ? All the bonus payments which are inputted into the system by the payroll clerk should be reviewed by a senior official in the payroll department before the payments are being made to the employees. Clear? സർ, ഈ എംപ്ലോയി ഡിസാറ്റിസ്ഫാക്ഷൻ തന്നെയല്ലേ ലോസ് ഓഫ് എംപ്ലോയി ഗുഡ് വിൽ? അത് രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും ഒന്ന് തന്നെ. എംപ്ലോയി ഗുഡ് വിൽ എന്ന് പറയുന്നതും എംപ്ലോയി ഡിസാറ്റിസ്ഫാക്ഷൻ സെയിം തന്നെയാണ്. വേറൊരു പോയിന്റ് കൂടെ ഇതിൻ്റെ അകത്തുണ്ട്, സെയിം പാരഗ്രാഫിൽ തന്നെ. എന്താ? One more point from the same paragraph. എക്സാക്ട്ലി. എന്താണ് നമ്മളോട് പറഞ്ഞു? പേറോൾ ഡിപ്പാർട്ട്മെന്റിലുള്ള ആരാണ് ഈ പർട്ടിക്കുലർ ബോണസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? മാനേജർ ആണ്. പക്ഷെ ജസ്റ്റ് എംപ്ലോയി പെർഫോമൻസ് നോക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു? ഡിറ്റർമൈൻ ചെയ്യുന്ന എത്ര സാലറി കൊടുക്കണം അല്ലെ ബോണസ് കൊടുക്കണം എന്നുള്ളത്. നമ്മൾ നേരത്തെ ഈ സെയിം പോയിന്റ് കണ്ടിട്ടുള്ളതാ. ഇവിടെ എന്തെങ്കിലും പാരാമീറ്റർ വെച്ചിട്ടാണെന്ന് പറയുന്നുണ്ടോ? ക്രൈറ്റീരിയ വെച്ചിട്ടാണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. ജസ്റ്റ് പെർഫോമൻസിന്റെ ബേസിസിലാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ഇവരല്ലേ പെർഫോമൻസ് തീരുമാനിക്കുക. അപ്പം അവിടെ നമ്മളപ്പോ എന്ന് പറഞ്ഞ റിസ്ക് എന്തായിരുന്നു? There can be chances that they might provide higher amount of discounts to favorable employees. Bonus to favorable employees. And eligible employees might not be provided with sufficient bonus, which would result in unwanted cash outflow and employee dissatisfaction. Yes. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? ക്രൈറ്റീരിയ അല്ലെങ്കിൽ പാരാമീറ്റർ ഉണ്ടാവണം. നമ്മൾ എന്ത് പറയാ? The payroll manager, the HR manager should determine the bonus payments on the basis of predetermined criteria, and only eligible employees should be provided with sufficient bonus. Clear? Yes, sir. Yes. Finally, the bank. W uses an internet banking system which requires a two-step verification process. A password is required to log on to the system. An additional passcode is then required to set up new payees or to withdraw fund. The login details, including the password and the passcode, are saved in shared file, which is accessible to all payables ledger staff in the accounts department. The accounts clerk undertakes the bank reconciliation on weekly basis. Reconciling items are documented and sent to the finance controller for review. The financial controller only investigate the reconciling item if the sum of items are significant. പറയും മക്കളെ, എന്തൊക്കെയാ പ്രശ്നങ്ങൾ? പാസ്വേഡ് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും. സെയിം പോയിന്റ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇമാതിരി മണ്ടത്തരങ്ങൾ അവരെന്താ പറഞ്ഞേക്കുന്നത്? ബാങ്കിങ് പേയ്മെന്റ് നടത്താനായിട്ട് ആദ്യം ഒരു പാസ്വേഡ് ഉണ്ട്, അതിനുശേഷം വീണ്ടും ഒരു പാസ്കോഡ് അടിക്കണം. പക്ഷെ ഇതൊക്കെ ഒരു ഷെയർഡ് ആയിട്ടുള്ള ഡ്രൈവിലാണ് കീപ്പ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. ആൻഡ് അതിലേക്ക് എല്ലാ പേബിൾസ് ലെഡ്ജർ സ്റ്റാഫിനും ആക്സസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഓട്ടോമാറ്റിക്കലി അത് സ്ട്രെങ്ത് ആണോ? അല്ല, ഡെഫിഷ്യൻസി ആണ്. വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദാറ്റ് കേസ്? അൺഓതറൈസ്ഡ് ആക്സസ് ഉണ്ടാവും. അപ്പൊ എന്ത് സംഭവിക്കും? മിസ്അപ്രോപ്രിയേഷൻ, ബാങ്ക് ബാലൻസ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട് ഉണ്ടാവും. എംപ്ലോയീസ് ചിലപ്പോൾ എന്ത് ചെയ്യും? അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ദർ വിൽ ബി പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് തെഫ്റ്റ് ഓഫ് മണി ഓർ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ്. അപ്പൊ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സേഫ് ഗാർഡ് എന്തായിരിക്കും? വളരെ സിമ്പിൾ ആയിട്ട് പാസ്വേഡ് ഷെയർ ചെയ്യാൻ പാടില്ല. പാസ്വേഡ് ഷെയർ ചെയ്യാൻ പാടില്ല. അതായത് എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യാൻ പറയാ. പാസ്വേഡ് സീനിയർ ഒഫീഷ്യൽസിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാം. ശരിയല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് പറയാ? ദി ഇന്റർനെറ്റ് ബാങ്കിങ് ലോഗിൻ ക്രെഡൻഷ്യൽ ഷുഡ് ബി അപ്ഡേറ്റഡ് and the new password should be provided only to authorized senior official, and it should not be shared in the ഏതാ നമ്മളോട് പറഞ്ഞ ഡോക്യുമെന്റ്?
Payable. ഷെയർഡ് ഫയൽ. ഓക്കെ, Payable. ഷുഡ് നോട്ട് ബി Shared file ഇൻക്ലൂഡഡ് ഇൻ ദ ഉണ്ട്. ഷെയർഡ് ഫയൽ പറയാം. ഓക്കെ, ഉം. പിന്നെ അടുത്ത എന്താ പ്രശ്നം? Financial control investigate only investigate the reconciliation. വളരെ സിമ്പിൾ Significant. പോയിന്റ് ആണ്. ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് വട്ടം കണ്ടിട്ടുള്ള സാധനമാണ് അല്ലേ? നമ്മളോട് പറഞ്ഞു ഫിനാൻഷ്യൽ കൺട്രോളറിന് ഇവർ ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്തതിനു ശേഷം കൊടുക്കും. പക്ഷെ ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്തതിനു ശേഷം ഫിനാൻഷ്യൽ കൺട്രോളറിന് കൊടുക്കുമെന്നുണ്ടെങ്കിലും ഫിനാൻഷ്യൽ കൺട്രോളർ എങ്ങനെയാണെങ്കിൽ മാത്രം അത് റീകൺസൈൽ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് സം Significant. ഐറ്റംസ് സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ മാത്രം. നോർമലി സം ഓഫ് ഐറ്റംസ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് സിഗ്നിഫിക്കന്റ് ആവുന്നത്? നോർമലി സം ഓഫ് ഐറ്റംസ് എപ്പോഴാണ് സിഗ്നിഫിക്കന്റ് ആവുക? സം ഓഫ് ഐറ്റംസ് സിഗ്നിഫിക്കന്റ് ആയിരിക്കുമോ? ഇല്ല. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സം ഓഫ് റീകൺസൈലിംഗ് ഐറ്റം നോർമലി എന്താവത്തില്ല, സിഗ്നിഫിക്കന്റ് ആവത്തില്ല. കാരണം എന്താ? കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്, ശരിയല്ലേ? കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ സം ഓഫ് ഐറ്റംസ് റീകൺസൈൽ ആവത്തില്ല. അപ്പോൾ നമുക്ക് ആ സം ഓഫ് ഐറ്റംസ് റീകൺസൈൽ ആവുമ്പോൾ മാത്രമേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുള്ളൂ എന്ന് പറയുന്ന പോയിന്റ് ഒരിക്കലും വാലിഡ് അല്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ഡെബിറ്റ് ബാലൻസ് ഒരു ക്രെഡിറ്റ് ബാലൻസും കൂടെ വന്നിട്ട് അതിന്റെ ടോട്ടൽ എടുത്ത് കഴിയുമ്പോഴത്തേനും അതിന്റെ ടോട്ടൽ ചെറിയ എമൗണ്ട് ആയിരിക്കും. കാരണം നെഗറ്റീവും പോസിറ്റീവ് ബാലൻസും നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയേണ്ടത്? സം ഓഫ് റീകൺസൈലിംഗ് ഐറ്റം സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ മാത്രമേ അവരത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ഉണ്ടാവും. സോ അൺറീകൺസൈൽഡ് ആയിട്ടുള്ള ബാലൻസസ് ഉണ്ടാവും. സോ ബാങ്ക് ബാലൻസ് മിസ്സ്റ്റേറ്റഡ് ആവും. ക്ലിയർ ആയോ? ഓക്കെ, അതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ എന്താ ഇല്ലാത്തത് വേണമെന്ന് പറയാം. എന്താ ഇല്ലാത്തത്? അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോ എന്ത് പറയാ? ഇറസ്പെക്റ്റീവ് ഓഫ് സം ഓഫ് റീകൺസൈലിംഗ് ഐറ്റം സിഗ്നിഫിക്കന്റ് ഓർ നോട്ട്, നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാ? റീകൺസൈൽ ചെയ്യണം എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എന്ത് പറയാ? The bank reconciliation should be prepared on weekly basis and should be sent for review and investigation with the finance controller, and he should be investigating any differences found irrespective of whether the amount is significant or not. Clear? Yes, sir. Okay. So അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഉള്ള ഡെഫിഷ്യൻസി, റെക്കമെൻഡേഷൻ, അതേപോലെ തന്നെ ഡയറക്റ്റ് കൺട്രോൾസ്, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്തും നമുക്ക് ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, മോസ്റ്റ് മജോറിറ്റി ഓഫ് പോയിന്റ്സ് ആർ റിപ്പറ്റേറ്റീവ്, ഓർ ഓൺ ദ അതർ ഹാൻഡ് മോസ്റ്റ് മജോറിറ്റി ഓഫ് പോയിന്റ്സ് ആർ ബേസ്ഡ് ഓൺ ലോജിക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി പഴയ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യാൻ പറ്റില്ലേ മക്കളെ? And it is one of the latest available question in our 2023-24, the most latest revision kit. അപ്പൊ ഇങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ട് വരിക. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പ്രത്യേകം കുട്ടികളുടെ അടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്, ഒരു ക്വസ്റ്റ്യൻ എത്ര വട്ടം വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? 3 times. സോ നമ്മൾ റിവിഷൻ കിറ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു. ഇന്റേണൽ കൺട്രോൾസിന്റെയും ഓഡിറ്റ് റിസ്കിന്റെയും നമ്മൾ ചെയ്ത സമയത്ത് നമ്മളെടുത്ത് അപ്രോച്ച് ആയിരുന്നു, ഒരു ക്വസ്റ്റ്യൻ മിനിമം 3 വട്ടം വെച്ചിട്ട് ചെയ്യണം എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. സോ ലിറ്ററലി നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയ തന്നെ മോർ ദാൻ ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്ന ഏരിയ തന്നെ മോർ ദാൻ 45+ ക്വസ്റ്റ്യൻസ്, 45 നമ്പർ ഓഫ് ടൈംസിന് മേലെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. സെയിം ഓഡിറ്റ് റിസ്കിന്റെ അകത്തുനിന്നും മോർ ദാൻ 45 നമ്പർ ഓഫ് ടൈംസ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ എന്താണെങ്കിലും റിപ്പീറ്റേറ്റീവ് പോയിന്റ്സ് ഉണ്ടാവും. സോ നമുക്കൊരു ഇന്റേണൽ കൺട്രോളിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത് വരുന്ന അപ്രോക്സിമേറ്റ്ലി ഒരു 50% മേലുള്ള ക്വസ്റ്റ്യൻസ് ഇതുവരെയുള്ള എക്സാമിന്റെ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ആർ ഇൻ റിപ്പീറ്റേറ്റീവ് നേച്ചർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഐ ഹാവ് ടേക്കൺ മോർ ദാൻ 80+ ബാച്ചസ്. സോ ഇത്രയും ബാച്ചസ് എടുത്തിട്ടും ഇതുവരെ ആ ഒരു പാറ്റേണിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല. നമുക്ക് എല്ലാ നമ്പർ ഓഫ് ടൈംസും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന പാറ്റേൺ ഓഫ് ദി ക്വസ്റ്റ്യൻസ് സെയിം തന്നെയാണ് ഇതുവരെ കഴിഞ്ഞ അറ്റംപ്റ്റ് വരെ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഏറ്റവും പ്രോപ്പർലി പ്രിപ്പയർ ചെയ്യുക. മാക്സിമം നമ്പർ ഓഫ് ടൈംസ് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സെഷൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി നോക്കുക. ബോത്ത് ഡെഫിഷ്യൻസി ആൻഡ് റെക്കമെൻഡേഷൻ ആൻഡ് ഡയറക്റ്റ് കൺട്രോൾസ് ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ഈ ഒരു പാറ്റേണിലാണ് പഠിക്കേണ്ടത്. ആൻഡ് ഇന്റേണൽ കൺട്രോൾസ് എന്നല്ല, നമ്മൾ ഡബ്ല്യുടെ എല്ലാ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിനെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, യു ഷുഡ് ഓൾവേസ് ബി പ്രാക്ടീസിങ് ദ ക്വസ്റ്റ്യൻസ് ബൈ യൂസിങ് യുവർ ലാപ്ടോപ്പ് ഇറ്റ്സെൽഫ്. ടൈപ്പ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതിന് പുറമെ വെൻ ഇറ്റ് കംസ് ടു യുവർ എക്സാം പ്രോപ്പർലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാമിന് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഫുൾ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രമേ ആൻസർ എഴുതി തുടങ്ങാൻ പാടുള്ളൂ. ക്വസ്റ്റ്യൻസിന്റെ അകത്തെ പോയിന്റ്സ് കിട്ടുമ്പോൾ കറസ്പോണ്ടിംഗ്ലി ആൻസർ എഴുതി പോകരുത്. ബിക്കോസ് ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് ദേ മേ ബി മോർ ഈസി പോയിന്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി ക്വസ്റ്റ്യൻസ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഫുൾ ക്വസ്റ്റ്യൻസ് വായിക്കുക. ഇറസ്പെക്റ്റീവ് ഓഫ് ദി പോയിന്റ് യു ചൂസ്. നിങ്ങൾ ഒരു ഡെഫിഷ്യൻസി എഴുതിയാൽ 1 മാർക്ക്, റെക്കമെൻഡേഷൻ എഴുതിയാൽ 1 മാർക്ക്, അങ്ങനെയാണ് മാർക്ക് വരിക. ഏത് പോയിന്റ് ആണെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലപോലെ എഴുതാൻ പറ്റുന്ന കോൺഫിഡൻസ് തോന്നുന്ന ഏതാണോ പോയിന്റ് അത് എഴുതി പോവുക. അതുകൊണ്ട് തന്നെ അൺനെസസറി ഒരു പർട്ടിക്കുലർ പോയിന്റിനെ മേലെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. ഫുൾ ക്വസ്റ്റ്യൻ വായിക്കുക, ഏറ്റവും പ്രോപ്പർലി അറിയാവുന്ന പോയിന്റ്സ് തന്നെ എഴുതി പോവുക. ക്ലിയർ ആയ മക്കളെ? പ്രോപ്പർലി പക്ക? Yes, sir. ഓക്കെ. അപ്പൊ ഇന്ന് തന്നെ എല്ലാവരും ഈ ഇന്റേണൽ കൺട്രോൾസിന്റെ ഏരിയ റിവൈസ് ചെയ്യണം. ഇന്റേണൽ കൺട്രോൾസിന്റെ ഏരിയയിലെ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കണം. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ഡേ വി വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക്. ഓഡിറ്റ് റിസ്കിന്റെ ഏരിയ എന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം സബ്സ്റ്റാൻറ്റീവ്സ് ആയിരിക്കും. Then we'll be having sessions on the area of reporting. Then we will be having sessions on the area of corporate governance and ethics. ഈ ഒരു പാറ്റേണിലായിരിക്കും പോവുക. അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ എന്ത് ചെയ്യുക? ഏറ്റവും പ്രോപ്പർലി ഈ സെഷൻസ് റിവൈസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? പക്ക? Yes, sir. Yes, sir. യെസ്. അപ്പം Sir. ഐ ബിലീവ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. So you should be always be focusing on the area of deficiency, recommendation and test of control, direct controls and their test of controls. Deficiency എഴുതുമ്പോൾ you need to mention impact on your entity. Recommendation എഴുതുമ്പോൾ സമയത്ത് എന്താണോ നിങ്ങൾ പറഞ്ഞ ഡെഫിഷ്യൻസി അതിനെ നേരെ ഓവർകം ചെയ്യാനുള്ള പോയിന്റ്. ടെസ്റ്റ് ഓഫ് കൺട്രോൾ എഴുതുമ്പോൾ അതിനെ എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നാണ് ആലോചിച്ച് നോക്കാൻ. ഡയറക്ട് കൺട്രോൾ എഴുതുമ്പോൾ ഈ പർട്ടിക്കുലർ സ്ട്രെങ്ത് ഇൻ കൺട്രോൾ കാരണം കൊണ്ട് നിങ്ങളുടെ കമ്പനിയുടെ എൻറ്റിറ്റി വരാൻ പോകുന്ന ബെനിഫിറ്റിന് പകരം FSന്റെ അകത്ത് വരാൻ പോകുന്ന ബെനിഫിറ്റിനെ കുറിച്ച് വേണം കൂടുതൽ ചിന്തിക്കാൻ. ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ എഴുതുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ സ്ട്രെങ്ത് ഉണ്ടോ എന്നറിയാൻ എന്താണോ പ്രൊസീജിയർ ചെയ്യേണ്ടത് അത് വേണം പറയാനായിട്ട്. ഓക്കെ, എല്ലാവരും ഇത്രയും കാര്യങ്ങൾ ഏറ്റവും പ്രോപ്പർലി റിവൈസ് ചെയ്തിട്ട് വരാം കേട്ടോ. ഓൾറൈറ്റ്. സോ താങ്ക് യു സോ മച്ച് എവരിവൺ. താങ്ക് യു. ബൈ.